ദൈവം നൽകി തരുന്നു. അതിനായി സ്തോത്രം. പ്രത്യേകിച്ച് പ്രിയ ദൈവദാസനായി സ്തോത്രം. ഇനിയുള്ള സമയങ്ങൾ കർത്താവിദാസനോട് നമ്മൾ കരങ്ങളടിച്ച് നന്നായിട്ട് അടിച്ച പ്രിയ ദൈവദാസനെ നമ്മുടെ മുമ്പിൽ ഒരു സ്വാഗതം. ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന ദൈവസഭയോടൊപ്പം എളിയവനുമായിരിക്കാൻ സ്വർഗമൊരുക്കിയ വലിയ കൃപയ്ക്കായി രക്ഷകന് സ്തോത്രങ്ങളെ അർപ്പിക്കുന്നു. ഞാൻ അയോഗ്യനാണ്, ഞാൻ അപ്രാപ്തനാണ്, എങ്കിലും സ്വർഗം എൻ്റെ മേൽ അളവില്ലാതെ പകരുന്ന കൃപ എന്നെ ഇന്നും തിരുസന്നിധിയിലും ശുശ്രൂഷയിലും നിലനിർത്തിയിരിക്കുന്നു എന്ന് ഞാൻ ആവർത്തിച്ച് ഏറ്റുപറയുന്നു. ഈ ദേശത്തിലും കടന്നു വന്ന് ദൈവജനത്തോടൊപ്പം അഭിഷക്തന്മാരോടൊപ്പം ശുശ്രൂഷിപ്പാൻ സ്വർഗം എനിക്കൊരുക്കിയ വലിയ കൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. അഭിഷക്തനോടും ദൈവസഭയോടുമുള്ള സ്നേഹത്തെ ആദ്യമേ അറിയിക്കുന്നു. ഞാൻ ഈ ദേശത്ത് കടന്നു വന്നത് നിങ്ങളോടൊപ്പം ചില ദിവസങ്ങളായിരിക്കുന്നത് വാസ്തവമായും ദൈവസഭയ്ക്കും ദൈവജനത്തിനും ഒത്തിരി അനുഗ്രഹമായിരിക്കണമേ എന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വളരെ ഭാരത്തോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവർത്തികൾക്കായി കാത്തിരിക്കുന്നു. എന്നിൽ നിന്ന് നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്, എന്നിൽ നിന്ന് നിങ്ങൾക്കൊന്നും ലഭിപ്പാനില്ല. ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ. ആകയാൽ ഈ മൺപാത്രത്തെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർമാനമായ ഒരു സീരീസ് വിഷയമെടുത്ത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് മുമ്പോട്ട് പോകാം. എന്നാൽ ഇന്ന് രാത്രി കാലം പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗത്തെ എടുത്ത് ഞാൻ പ്രാർത്ഥനയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. അതിൽ 1-ാമത്തെ ഭാഗത്തിലേക്ക് മാത്രം ഞാൻ ഒതുങ്ങുകയാണ്. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെക്കുറിച്ച് പറവാൻ പോകുന്നു. ഇന്ന് രാത്രികാലം നിങ്ങളുമായി കർത്താവിൻ്റെ ദർശനങ്ങൾ എന്ന വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ ദർശനങ്ങളുടെ ഒരു പ്രാർത്ഥനാ വിഷയം മാത്രമാണ് ഇന്ന് രാത്രി ധ്യാനിക്കുന്നത്. ദർശനത്തിൻ്റെ തലങ്ങളിലേക്കൊക്കെ നമുക്ക് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ശേഷം സഞ്ചരിക്കാം. കർത്താവിൻ്റെ ദർശനങ്ങൾ എന്ന് നാം പഠിക്കുമ്പോൾ പ്രധാനമായി 5 ഭാഗമായി നമുക്കതിനെ തിരിച്ചു പഠിപ്പാൻ കഴിയും. കർത്താവിൻ്റെ ദർശനങ്ങൾ. ഒന്ന്, കർത്താവിൻ്റെ ദർശനങ്ങൾ ഇല്ലാത്തതായ ഒരവസ്ഥയുണ്ട്. കർത്താവിൻ്റെ ദർശനങ്ങൾ ഇല്ല. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവയ്ക്ക് ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. മലയാളത്തിൽ ദർശനം ഏറെ ഇല്ലായിരുന്നുവെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. ദെയർ വാസ് നോ ഓപ്പൺ വിഷൻ എന്ന് പറയുകയാണ്. ഒരു വിഷൻ, ഒരു ദർശനം, തുറക്കപ്പെട്ട ഒരു ദർശനം ഇല്ലായിരുന്നു. അതുകൊണ്ട് ആരും സ്വപ്നം കണ്ടില്ലെന്നല്ല പറയുന്നത്, ഒരു ഓപ്പൺ വിഷൻ ഇല്ലായിരുന്നു. അതിലേക്ക് നമുക്ക് സാവകാശം കടന്നു വരാം. അപ്പോൾ ദർശനമണ്ഡലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നാമതായി ദർശനമില്ലാത്ത ഒരു കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാമതായി നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 4-ാം അധ്യായം അതിൻ്റെ 13, 14 വാക്യങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയും. മനുഷ്യർക്ക് ഗാഠനിദ്ര പിടിക്കുന്ന നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളാൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു. എൻ്റെ അസ്ഥികളൊക്കെയും കുലുങ്ങിപ്പോയി. ഒരാത്മാവ് എൻ്റെ മുഖത്തിനെതിരെ കടന്നു. 16-ാം വാക്യത്തിൽ ഒരു പ്രതിമ എൻ്റെ കണ്ണിനെതിരെ നിന്നു. ഇവിടെ ദർശനങ്ങളുണ്ട്, ദർശനങ്ങൾ വെളിപ്പെടുന്നുണ്ട്. രാത്രിയിൽ ദർശനങ്ങൾ വെളിപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ദർശനമണ്ഡലം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്നറിയാമോ? അന്ധകാര ശക്തികൾ, ദുരാത്മാക്കളാണ് കൺട്രോൾ ചെയ്യുന്നത്. സ്തോത്രം. നമ്മുടെ അടുക്കൽ, ഞങ്ങൾ ശുശ്രൂഷകരുടെ അടുക്കൽ എത്രയോ പേർ പ്രാർത്ഥിക്കുവാൻ വരും. രാത്രിയിൽ ഉറക്കമില്ല, രാത്രിയിൽ ഭൂതങ്ങൾ വരുന്നു, രാത്രിയിൽ ശരീരങ്ങളിൽ ദുരാത്മാക്കൾ പ്രവേശിക്കുന്നു, കണ്ണടച്ചാൽ ഭയമാകുന്നു. അന്ധകാര ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദർശനമണ്ഡലം. ഒരു നല്ല സ്വപ്നമോ നല്ല ദർശനമോ ഒന്നും കാണത്തില്ല. എന്നും പാമ്പിനെയും തേളിനെയും ആനയെയും
പെരുവെള്ളത്തെയും ഇങ്ങനെ ഭയപ്പെടുത്തുന്നതായ ദർശനങ്ങളിൽ കിടക്കയിൽ കിടന്ന് അരട്ടപ്പെടുന്ന ഒരവസ്ഥ. ഒന്ന്, ദർശനമേ ഇല്ല. രണ്ട്, ദർശനങ്ങളുണ്ട്, പക്ഷേ ഈ ദർശനങ്ങളെ മുഴുവൻ ഇപ്പോൾ ദർശനമണ്ഡലത്തെ മുഴുവൻ ആര് അടക്കി ഭരിക്കുകയാണ്? സാത്താൻ അടക്കി ഭരിക്കുകയാണ്. മൂന്നാമത് ഒരു ദർശനത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് യെശയ്യാപ്രവചനം 28 അധ്യായം അതിൻ്റെ 7 വാക്യത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാപ്രവചനം 28 അധ്യായം അതിൻ്റെ 7 വാക്യത്തിൽ അവസാന ഭാഗം മാത്രം നമുക്ക് ശ്രദ്ധിക്കാം. അവർ ദർശനത്തിൽ പിഴച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർ ദർശനത്തിൽ പിഴച്ചു എന്ന് പറയുകയാണ്. അവരുടെ ദർശനങ്ങളിൽ പിഴയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ദർശനങ്ങൾ ശരിയായതല്ല. എന്തൊക്കെയോ കാണുന്നു, പക്ഷേ വേറെ എന്തൊക്കെയോ സംഭവിക്കുന്നു. ദർശനങ്ങൾ കൃത്യമാകുന്നില്ല. പ്രവാചകന്മാർ എന്തൊക്കെയോ ദർശിക്കുന്നു, പക്ഷേ ആ ദർശനവും യാഥാർത്ഥ്യവും തമ്മിൽ യാതൊരു ബന്ധമില്ല. കണ്ടോ, ദർശനമില്ലാതെ ഇരിക്കുന്നു, ദർശനത്തിന്മേൽ അന്ധകാരശക്തി വാഴുന്നു. 3, ദർശനം പിഴച്ചു പോകുന്നു, ദർശനത്തിൽ എററുകൾ സംഭവിക്കുന്നു. 4-മതായി നാം അടുത്ത അധ്യായം യെശയ്യാപ്രവചനം 29 അധ്യായം അതിൻ്റെ 11 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, 10-11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്ക് മൂടുപടം ഇട്ടിരിക്കുന്നു. അടുത്തത്, അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയി തീർന്നിരിക്കുന്നു. അതിനെ അക്ഷരവിദ്യയുള്ള ഒരുത്തൻ്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവന് വഹിയ, അതിന് മുദ്രയിട്ടിരിക്കുന്നുവല്ലോ എന്ന് പറയുന്നു. അക്ഷരവിദ്യ ഇല്ലാത്തവൻ്റെ കയ്യിൽ കൊടുത്താൽ എനിക്ക് അക്ഷരവിദ്യ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ് ദർശനങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദർശനം കാണുന്നു, പക്ഷേ ആ ദർശനത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ കഴിയുന്നില്ല. ഫറവോൻ്റെ ദർശനം മുദ്രയിടപ്പെട്ടതായിരുന്നു. യോസഫാണ് ആ മുദ്ര പൊട്ടിച്ചത്. നെബൂഖദ്നേസറിന്റെ ദർശനം മുദ്രയിട്ടതായിരുന്നു. ദാനിയേലാണ് ആ ദർശനത്തിനെ അൺലോക്ക് ചെയ്യുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. കണ്ടോ, ഇന്ന് രാത്രികാലം ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയുകയാണ്, എന്തൊക്കെയോ രാത്രി കണ്ടു, പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല. ആരോട് ചോദിച്ചാൽ അറിയുന്നില്ല. ആ പരിചയമുള്ള പ്രാർത്ഥിക്കുന്ന 1-2 പേരെടുത്ത് വിളിച്ചു ചോദിച്ചു, പക്ഷെ അവരും പറഞ്ഞു, കൊച്ചേ എനിക്കും പ്രാർത്ഥിച്ചിട്ടൊന്നും ഐഡിയ കിട്ടുന്നില്ല. കണ്ടോ, മുദ്രയിടപ്പെട്ട പുസ്തകം പോലെ ഇരിക്കുന്ന ദർശനമണ്ഡലം. ഇന്ന് രാത്രികാലം ഞാൻ എൻ്റെ ദൈവമക്കളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ദർശനമണ്ഡലം ഇതിലേത് അവസ്ഥയിലായിരിക്കുന്നു? ഈ വർഷത്തിൻ്റെ അവസാനം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, വ്യക്തമായി ഒരു ദർശനം കണ്ടിട്ട് എത്ര നാളായി? നിങ്ങളുടെ ദർശനമണ്ഡലം ഓപ്പൺ ആണോ? നിങ്ങൾ ദർശനങ്ങൾ കാണാറുണ്ടോ? നിങ്ങൾ ദർശനങ്ങളിൽ ദൈവം നിങ്ങളോട് ഇടപെടാറുണ്ടോ? ദർശനങ്ങളിൽ കൂടെ ഈ ഉപവാസ പ്രാർത്ഥനകളിൽ മുൻപേ അഭിഷക്തൻ ഓർപ്പിച്ചല്ലോ, ആത്മതലം തുറന്നു വരുവാൻ വേണ്ടിയാണ്. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ നമ്മൾക്ക് ഒരു പ്രമോഷനോ മറ്റ് യാതൊന്നോ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. നമ്മുടെ ദർശന മണ്ഡലങ്ങൾ, നമ്മുടെ കൃപാവരങ്ങൾ, നമ്മുടെ അഭിഷേകത്തിൻ്റെ തലങ്ങൾ, നമ്മുടെ ആത്മീയതയുടെ ലെവലുകൾ മാറുവാൻ ഈ ദിവസങ്ങൾ ദൈവം നമ്മളെ ഒന്ന് തൊട്ടേ മതിയാകത്തുള്ളൂ. പൈശാചിക മണ്ഡലങ്ങൾ അതിൻ്റെ സകല പദ്ധതികളും നിഗൂഢതകളിൽ അണിയൊരുക്കുമ്പോൾ ദൈവസഭ എത്ര അധികം ദർശനങ്ങളിൽ കൂടെ നിഗൂഢതകളെ തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. ഏലിയുടെ കാലത്ത് ദർശനം ഇല്ലായിരുന്നു. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളൊക്കെ വചനത്തിൻ്റെ ആഴങ്ങളും പശ്ചാത്തലങ്ങളും അറിയുന്നവരാണ്. ഞാൻ ഏലിയുടെ ചരിത്രം പറഞ്ഞ് സമയം നശിപ്പിക്കുന്നില്ല. ഒരു ദർശനം ഇല്ലാത്ത അവസ്ഥ ഇന്ന് രാത്രി നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന അതിന് അറുതി വരുത്തട്ടെ. ദർശനങ്ങൾ കണ്ടു തുടങ്ങട്ടെ. 2, ദർശനം കാണുന്നുണ്ട്, പക്ഷേ ദർശനം കാണുന്നത് മുഴുവനൊന്നും ദൈവം തരുന്ന ദർശനങ്ങളല്ല. പകരം ഈ ദർശനം മുഴുവൻ ആര് തരികയാണ്? രാത്രിയിൽ ഉറക്കത്തിൽ ഗാഢനിദ്ര പിടിക്കുന്ന നേരം ഒരു ആത്മാവ് മുമ്പിൽ വന്ന് നിൽക്കുന്നു, ഒരു പ്രതിമ കയറി മുമ്പിൽ നിൽക്കുന്നു, ഭയപ്പെടുത്തുന്നു, അസ്ഥിയെ പിടിക്കുന്ന ബലഹീനതയിലേക്ക് നയിക്കുന്നു. സഹോദരങ്ങളെ, എത്രയോ പേർ നമ്മുടെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ ഉണങ്ങി മെലിഞ്ഞ് വല്ലാത്ത
അറിയാത്ത കോലം കെട്ട് നമ്മുടെ അടുക്കൽ കടന്നു വരും. നമ്മുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെട്ടു വരുന്ന ഒന്നാമത്തെ വിഷയം, രാത്രിയിൽ ദുരാത്മാക്കൾ ദർശനമണ്ഡലത്തിൽ കയറി അറ്റാക്ക് ചെയ്യുന്നതാണ്. ഈ രാത്രികാലം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഇത് വീണ്ടെടുക്കപ്പെട്ട അഭിഷക്ത സമൂഹമാണ്. ദർശനമണ്ഡലത്തിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നവരാരും ഇതിനകത്തില്ല എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ഒരു പക്ഷേ ആരെങ്കിലും രാത്രിയുടെ യാമങ്ങളിൽ എപ്പോഴെങ്കിലും ദർശനമണ്ഡലത്തിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിയാതെ അലയ്ക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിയാതെ നിലവിളിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കൊങ്ങയ്ക്ക് പിടിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ കുറച്ചും കൂടെ തുറന്നു പറയുകയാണ്, ഒരു ശരീരം വന്ന് നിദ്രാവസ്ഥയിൽ നിങ്ങളെ ഭോഗിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ദർശനമണ്ഡലം അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അതിനെ ബ്രേക്ക് ചെയ്തോണം. അത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും കുടുംബത്തെയും പിടിക്കുന്നതാണ്. അതിനെ കീഴ്പ്പെടുത്തി കയറി വരണം. മൂന്നാമത് ആമേൻ, ദർശനത്തിൽ പിഴയ്ക്കുകയാണ്. കർത്താവേ, ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടല്ലേ അതിനൊക്കെ ഇറങ്ങി തിരിച്ചത്, പക്ഷെ പിന്നെന്താ ഞാൻ കുഴിയിൽ വീണത്? നീ അല്ലായിരുന്നോ എന്നെ ദർശനം കാണിച്ചത്? അല്ല, ദർശനത്തിൽ പിഴയ്ക്കുന്ന സമയം. നാലാമത്തെ ദർശനം കാണുന്നു, പക്ഷേ എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പല ദൈവമക്കളും ഈ സാക്ഷ്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. സ്വപ്നം കണ്ടു, പക്ഷെ മറന്നുപോയി. സ്വപ്നം കണ്ടു, ദർശനം കണ്ടു, പക്ഷെ അതിൻ്റെ അർത്ഥം അറിയുന്നില്ല പാസ്റ്ററെ. ഇന്ന് രാത്രി കാലം ആമേൻ, ദൈവസന്നിധിയിൽ ഇരുന്ന് കൃപ പ്രാപിച്ച് ആമേൻ, 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന, അകത്തും പുറത്തും എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകം അത് മുദ്രയിടപ്പെട്ടപ്പോൾ യോഹന്നാൻ നിന്ന് കരയുകയാണ്, നിന്റെ ദർശനമണ്ഡലം മുദ്രയിടപ്പെട്ടിരിക്കുന്നിടത്തോളം എത്ര ദൈവത്തോട് ചേർന്നിരുന്നവനായിരുന്നാലും, എത്ര സുവിശേഷത്തോട് ആശയുള്ളവനായിരുന്നാലും, യോഹന്നാൻ അപ്പോസ്തലനോട് തുലനം ചെയ്ത് ഞാൻ പറയുകയാണ്, ദർശനമണ്ഡലം ലോക്കായി കിടന്നാൽ, ദർശനത്തിൻ്റെ മേൽ മുദ്രയിടപ്പെട്ടിരുന്നാൽ നീ കരയേണ്ടി വരും. എന്നാൽ ഇന്ന് രാത്രി തിരിച്ചറിയണം, ദർശനമണ്ഡലങ്ങളുടെ മേൽ കിടക്കുന്ന മുദ്രകളെ പൊട്ടിച്ച് ആത്മാവിൻ്റെ അധികാരത്തിൽ അതിനെ അൺലോക്ക് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, ദർശനങ്ങളെ വ്യാഖ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, രാജ്യത്തിൻ്റെ അധികാരങ്ങളെ പിടിച്ചു നിർത്തിയ ദാനിയേലിനെ പോലെ, യോസെഫിനെ പോലെ അസാധാരണമായ ദൈവകൃപ ചലിക്കുവാൻ തുടങ്ങും. ഇന്ന് രാത്രി അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു കയറട്ടെ. ദർശനമണ്ഡലങ്ങൾ അൺലോക്ക് ചെയ്യപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, യോബിന്റെ അടുക്കൽ വന്ന സ്നേഹിതന്മാരിൽ തേമാന്യനായ എലീഫാസ് പറയുക, എനിക്കും ദർശനമൊക്കെ ഉണ്ട്. തേമാന്യനായ എലീഫാസ് പറയുക, എനിക്കും ദർശനമൊക്കെ ഉണ്ട്. എൻ്റെ ദർശനം എന്താണെന്നറിയാമോ? രാത്രിയിൽ ദുരാത്മാവ് വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കും, വിഗ്രഹം വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കും, എനിക്ക് പേടി വരും, എനിക്ക് നടുക്കം വരും. ഇതൊക്കെയാണ് എൻ്റെ ദർശനം. തേമാന്യനായ എലീഫാസ് വന്ന് ഇയ്യോബിൻ്റെ അടുക്ക പറയും, എനിക്കും ദർശനം വരെ ഉണ്ട്, ഞാൻ കാണുന്ന ദർശനമൊക്കെ ഇതാ. അമ്മേ, 33-ാം അധ്യായം വരെ ഇതെല്ലാം കേട്ട് മിണ്ടാതിരുന്ന ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ, എലീഹു. എന്നാൽ 33-ാം അധ്യായത്തിൽ എലീഹു പറഞ്ഞു, തേമാന്യനായ എലീഫാസ് കണ്ട ദർശനമല്ലാതെ വേറെ ഒരു ദർശനം ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാണ് ആ ദർശനം എന്നറിയാമോ? ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, 1-2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു. ഇനി 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ, രാത്രി ദർശനത്തിൽ തന്നെ, സ്തോത്രം, ദൈവം അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. മനുഷ്യനെ അവൻ്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർവത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ. അപ്പോൾ എലീഹു പറയുക, എലീഫാസേ, താങ്കൾ കണ്ട ദർശനമൊക്കെ പേടിപ്പിക്കുന്നതായിരുന്നെങ്കിൽ എൻ്റെ ദർശനത്തിൻ്റെ അനുഭവം ഞാൻ പറയാം. രാത്രിയിൽ മനുഷ്യന് ഗാഢനിദ്ര പിടിക്കുന്നേരം ദൈവം എൻ്റെ കാതുകളെ തുറന്നോ, ദൈവം പ്രബോധനം നൽകി എൻ്റെ വഴി ശരിയാക്കാൻ, ഞാൻ നന്നാവാൻ, ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ, ഞാൻ മാനിക്കപ്പെടാൻ തക്കവണ്ണം ദൈവം എന്നോട് സംസാരിക്കുന്നതായിരുന്നു എനിക്ക് ലഭിച്ച ദർശനങ്ങളെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ 5-ാമത്തെ ദർശനമണ്ഡലം പറയും, അത് ദൈവം തുറക്കുന്ന ദർശനമണ്ഡലം, ദൈവം ഇടപെടുന്ന ദർശനമണ്ഡലം. ഈ 5-ാമത്തെ ദർശനമണ്ഡലത്തെ വിവരിച്ചു പ്രാർത്ഥിക്കുവാനാണ് ഈ 5-ാമത്തെ ദർശനമണ്ഡലം എങ്ങനെ പ്രാപിക്കാമെന്ന് വിവരിച്ച് പ്രാർത്ഥിക്കുന്നതാണ് അവസാന ഭാഗം. എന്നാൽ ഈ ദർശനമണ്ഡലത്തിലേക്ക് കയറുമ്പോൾ ഈ 5-ാമത്തെ പോയിന്റിലാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. എന്നാൽ ഈ ദർശനങ്ങളിൽ കൂടെ ദൈവം ഉദ്ദേശിക്കുന്ന 7 കാര്യങ്ങളെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യൻ ദർശനം കാണണം, ഒരു മനുഷ്യൻ ദർശനം കാണണം. ഇന്ന് രാത്രി നിങ്ങൾ കിടക്കയിൽ, അമേൻ, ദൈവമേ നല്ലൊരു ഉറക്കം തരണേ, സൂക്ഷിക്കണേ, ദൂതന്മാരെ വീട്ടിനകത്ത് കയറ്റല്ലേ, വാതിലിന് വെളിയിൽ നിർത്തിയേക്കണേ, ഇതൊക്കെ
എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കിടക്കും. അങ്ങനെയല്ല, ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ രാത്രി എൻ്റെ ദർശനമണ്ഡലം തുറക്കപ്പെടട്ടെ. ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോകുന്ന ദൈവമക്കൾ ദർശനമണ്ഡലം തുറക്കപ്പെട്ടവരായി നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. എൻ്റെ സഹോദരങ്ങളെ, ഒരു ദർശനമണ്ഡലം നമ്മുടെ മേൽ ഓപ്പണായി നിന്നാൽ നമ്മളിങ്ങനെ കണ്ണു തുറന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനപ്പുറം ഒരു ദർശനത്തെ കാണുവാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുക. നമ്മുടെ കണ്ണുകൾ അടഞ്ഞാൽ മാത്രമല്ല, ഹൃദയദൃഷ്ടി നമ്മുടെ ശരീരത്തിൻ്റെ കണ്ണുകളെക്കാട്ടിലും നമ്മുടെ ഹൃദയദൃഷ്ടി ആക്റ്റീവായി നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് തുറന്ന് നിൽക്കുമ്പോൾ തന്നെ ദർശനങ്ങളെ കാണുന്ന തലത്തിലേക്ക് കയറി വരാം. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ആയിരിക്കത്തില്ല അത്. പക്ഷേ ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ചില ദർശന മണ്ഡലങ്ങൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കണം ഉപവാസ പ്രാർത്ഥനകൾ. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ദർശനമണ്ഡലം ഓപ്പണായി കഴിഞ്ഞാൽ മാത്രമേ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയുവാൻ കഴിയത്തുള്ളൂ. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തും. ദർശനം എന്താകുന്നു? നമ്മൾ പലപ്പോഴും ചോദിക്കും ദർശനവും സ്വപ്നവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ദർശനമെന്ന് പറയുന്നത് ദൈവത്തെ വെളിപ്പെടുത്തുന്നതും സ്വപ്നമെന്ന് പറയുന്നത് ദൈവം ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നതുമാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ദർശനമെന്നുള്ള ദൈവം തന്നെ താൻ റിവീൽ ചെയ്യുന്നതാണ്. സ്വപ്നം എന്ന് പറയുന്നത് ദൈവം ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നതാണ്. ഒരിക്കൽ കണ്ടോ, ദർശനത്തിൽ ദൈവം വെളിപ്പെടുന്നു, സ്വപ്നത്തിൽ ദൈവം അവനോട് സംസാരിക്കുന്നു. കണ്ടോ, അപ്പൊ ദർശനത്തിൽ ദൈവം താൻ റിവീൽ ചെയ്യുകയാണ്, മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്. എന്നാൽ സ്വപ്നമെന്ന്, ഡ്രീം എന്ന് പറഞ്ഞാൽ ദൈവം ഒരു മെസ്സേജ് കൺവേ ചെയ്യുകയാണ്. ദർശനവും സ്വപ്നവും ഒരു ദൈവവേദന വേണം. We must have a manifested revelation about God, and we must have a conveyed message from God. ദൈവത്തിൽ നിന്നൊരു ദൂതും നമുക്ക് വേണം. ദൈവത്തെക്കുറിച്ച് ഒരു വെളിപ്പാട് വേണം. നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിനക്കൊരു ദർശനമുണ്ടെങ്കിൽ, ദർശനത്തെക്കുറിച്ച് നീ അറിയുന്നതിനെക്കാട്ടിലോ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ദൈവത്തെക്കുറിച്ച് അറിയാം. പ്രതികൂലത്തിന്റെ നടുവിൽ ഒരു മനുഷ്യൻ ആടിയുലയുന്നത് അവന് ദർശനമില്ലാത്തത് കൊണ്ടാണ്. ദർശനമില്ലാത്തടത്ത് ജനം മര്യാദകളോ, എന്നാൽ ദർശനമുള്ളവന് ദൈവത്തെക്കുറിച്ച് അറിവുണ്ടാകാം. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച്, ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച്, ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച്, ദൈവത്തിന്റെ പ്രതികാരത്തെക്കുറിച്ച്, ദൈവത്തിന്റെ തീഷ്ണതയെക്കുറിച്ച്, ദൈവം ആരാ എന്ന് ദർശനമണ്ഡലം തുറന്നിരിക്കുന്ന ഒരു മനുഷ്യന്, ദർശനമണ്ഡലമുള്ള ഒരു മനുഷ്യന് ദൈവം ആരാണെന്ന് അറിയാൻ കഴിയുക. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടോ എന്നവൻ ചോദിക്കത്തില്ല. എന്റെ ദൈവമേ, നിന്നെ കൊണ്ട് കഴിയത്തില്ലേ എന്നവൻ ചോദിക്കത്തില്ല. അവരുടെ അകലാരിൽ ദൈവത്തെക്കുറിച്ചൊരു ഉയർന്ന അറിവാണ്. അതിനാൽ ദർശനങ്ങൾ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. ഇത് രാത്രി ദർശനമണ്ഡലത്തിന്റെ 1-ാമത്തെ ഭാഗം. ദൈവത്തെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ദർശനം വേണം. ഈ രാത്രി ഒന്ന് പറഞ്ഞാട്ട്, അപ്പാ എനിക്ക് നിന്നെ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് അറിയണം, എനിക്ക് നിന്നെ ആഴത്തിലൊന്ന് അറിയണം. നിന്റെ സ്നേഹത്തെ ഇതുവരെ അറിഞ്ഞതുപോലെയല്ല, നിന്റെ സൗന്ദര്യത്തെ ഞാൻ ചുവ കണ്ടിട്ടില്ല. എനിക്ക് നിന്നെ ഒന്നും കൂടെ കാണണം കർത്താവേ, എനിക്ക് നിന്നെ ഒന്നും കൂടെ കാണണം. നമ്മുടെ ഇടയിൽ ഗ്രാൻഡ് പേരൻസിനൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ചെറുമക്കളുടെ ഫോട്ടോ അയച്ചു കൊടുത്താല് അവർ ഈ ഫോട്ടോ കണ്ടിട്ടുടനെ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഫോട്ടോ ഇങ്ങനെ 2 വിരൽ വെച്ച് പിഞ്ച് ചെയ്ത് ഇതിന്റെ സൂം ചെയ്ത് കാണോ. അവന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കും, അവന്റെ മുഖിലേക്ക് ഇങ്ങനെ നോക്ക്, ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം. ഇത് കാരണം അവർക്കൊരു ഒറ്റ നോട്ടത്തിൽ ഒരു സൂം ഔട്ട് ചെയ്ത ഒരു സാധാരണ പടം കണ്ടാൽ പോരാ. അവർക്ക് എന്ത് ചെയ്യണം? അവരുടെ കുഞ്ഞിനെ അവർക്ക് ഒത്തിരി അടുത്ത് കാണണം. അവൻ ദർശനമണ്ഡലം തുറന്നാൽ ദൈവത്തെ അടുത്ത് കാണുവാൻ കഴിയും. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, എന്റെ പാസ്റ്റർ എനിക്ക് ദൈവത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പാടുന്ന പാട്ടുകളിൽ കൂടെ ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ട പ്രഭാഷണങ്ങളിൽ കൂടെ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ വായിച്ച ബൈബിളിന്റെ താളുകളിൽ കൂടെ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലുപരിയായി എനിക്കൊന്ന് ദൈവത്തെ അറിയണം. എന്റെ അപ്പൻ എന്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിൽക്കുന്നത് എന്റെ അപ്പന്റെ സ്നേഹത്തെ, എന്റെ അപ്പന്റെ മഹത്വത്തെ എനിക്കൊന്ന് ആഴമായി അറിയണം. അതിനെന്റെ ദർശനമണ്ഡലം ഒന്ന് തുറക്കപ്പെടണം.
ദർശനമണ്ഡലം തുറക്കപ്പെട്ടാലേ ദൈവത്തിന്റെ മഹത്വത്തെ അറിയുവാൻ കഴിയുള്ളൂ. ദർശനമണ്ഡലത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ 89-ാം സങ്കീർത്തനം അതിന്റെ 19-ാം വാക്യത്തിൽ 89-ാം സങ്കീർത്തനം അതിന്റെ 19-ാം വാക്യത്തിൽ പറയുകയാണ്, അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തോ. ദർശനം എന്നുള്ളത് ദൈവവും തന്റെ ഭക്തന്മാരും കൂടെ തമ്മിലുള്ള, ദൈവവും തന്റെയും വിശുദ്ധന്മാരും തമ്മിലുള്ള ഒരു കണക്ഷനാണ്, ഒരു കമ്മ്യൂണിക്കേഷനാണ്, ഒരു ഫെലോഷിപ്പാണ്. അങ്ങനെയെങ്കിൽ അത് ഭക്തന്മാരോട് മലയാളത്തിൽ പറയുന്നു, പക്ഷെ ഇംഗ്ലീഷിൽ പറയുന്നത് നിന്റെ വിശുദ്ധനോട് നീ സംസാരിക്കുന്നതാണ് ദർശനമെന്ന്. എന്റെ സഹോദരങ്ങളെ, ദർശനമെന്ന് പറയുന്നത് ദൈവവുമായി നമുക്കുള്ള ഒരു ദൈവവുമായി നമുക്കുള്ള ഒരു ബന്ധം, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഫെലോഷിപ്പാണ് ദർശന. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഈ 2024 അവസാന മാസം നിൽക്കുമ്പോൾ എവിടെയോ ദർശനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ഒറ്റ വാക്കിൽ പറയാം, യു ലോസ്റ്റ് ദ കമ്മ്യൂണിക്കേഷൻ, യു ലോസ്റ്റ് ദ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ഒന്ന് ദൈവത്തോട് പറഞ്ഞാട്ട്, ഐ വാണ്ട് ടു ഹിയർ ഫ്രം യു ലോർഡ്, ഐ വാണ്ട് ടു ലിസൺ ഫ്രം യു ലോർഡ്, ഐ വാണ്ട് ടു നോ ഫ്രം യു ലോർഡ്. എനിക്ക് ദൈവത്തിൽ നിന്ന് ചിലതൊക്കെ കേൾക്കണം, എനിക്ക് ദൈവത്തിൽ നിന്ന് ചിലതൊക്കെ അറിയണം, എനിക്ക് ആ കമ്മ്യൂണിക്കേഷൻ, എനിക്ക് ആ ഫെലോഷിപ്പ് ഒന്ന് റിന്യൂ ചെയ്യണം. ഇന്ന് രാത്രി നിന്റെ ദർശനമണ്ഡലം ഓപ്പൺ ആകുമ്പോൾ, ഇന്ന് രാത്രി നിന്റെ ദർശനമണ്ഡലം തുറന്നു വരുമ്പോൾ, സ്വർഗം ഇതിനകത്ത് ദൈവവും നീയും തമ്മിലുള്ള ചില ബന്ധങ്ങളെ ദൈവം അത് ഓപ്പൺ ആക്കി തരികയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ റിലീസ് ആകുമ്പോൾ ഇരു കൈ നീട്ടി അത് റിസീവ് ചെയ്താട്ട് എന്റെ ദർശനമണ്ഡലം ഓപ്പൺ ആകട്ടെ. കണ്ടോ, ദൈവത്തെക്കുറിച്ച് അറിയുന്നത് ദർശനത്തിൽ കൂടെയാണ്. 2, ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ് ഉണ്ടാകുന്നത് ദർശനത്തിൽ കൂടെയാണ്. 3, ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം, അതാ കേൾക്കുന്നത് ഇതല്ല, ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. The mysteries will be revealed. The mysteries will be revealed. എൻ്റെ സഹോദരങ്ങൾ, ഈ രഹസ്യമെന്ന് പറയുമ്പോൾ, ആമേൻ, ഇത് നെബൂഖദ്നേസറിൻ്റെ ദർശനം എന്നുള്ള ആ ഭാഗത്തെ ഞാൻ ഇപ്പോൾ അവിടെ നിർത്തുകയാണ്, അതിലേക്ക് തിരിച്ചു വരാം. എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കുമുള്ള പല വിഷയങ്ങളുടെയും പിമ്പിൽ ചില രഹസ്യങ്ങളുണ്ട്. സം മിസ്റ്ററീസ് ആർ ഹിഡൻ ദയർ. നിങ്ങളുടെ എത്ര പഠിച്ചിട്ടും മാർക്ക് കിട്ടുന്നില്ല, എത്ര പരിശ്രമം, എവിടെയൊക്കെ CV കൊടുത്തിട്ടും ജോലി കിട്ടുന്നില്ല, എത്ര ദൈവസന്നിധിയിൽ കാത്തിരുന്നിട്ടും ഒരു കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നില്ല, എത്ര ആഗ്രഹിച്ചിട്ട് രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാനിരുന്ന് 5 മിനിറ്റ് കഴിഞ്ഞാൽ വലിച്ച് തള്ളിത്താഴെ ഇടുന്നത് പോലെ പിടിച്ച് ഉറക്കിക്കളയുക. Some mysteries are there. ചില രഹസ്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. എത്ര കഴിച്ചിട്ടും കുഞ്ഞുങ്ങൾ നന്നാകുന്നില്ല, എത്ര ക്ഷമിച്ചിട്ടും കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നില്ല, എത്ര അധ്വാനിച്ചിട്ട് സാമ്പത്തികത്തിൽ പച്ച തൊടുന്നില്ല, എവിടെയോ മറഞ്ഞു കിടക്കുന്ന, എവിടെയോ നിഗൂഢമായി കിടക്കുന്ന, കണ്ണിന് കാണാത്തതായ ഹിഡൻ അജണ്ടാസ്, അത് പൈശാചിക രഹസ്യങ്ങളായിരിക്കാം, അത് മനുഷ്യനും പിശാചികളുള്ള കൂട്ടുകെട്ടുകളായിരിക്കാം. ദൈവം അനുവദിച്ചാൽ ഈ ഉപവാസങ്ങളുടെ ഒരു രാത്രിയിൽ രഹസ്യങ്ങൾ എന്ന വിഷയത്തെ ഞാൻ എടുക്കാം. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ദൈവജനത്തിന്റെ ദർശനമണ്ഡലം തുറന്നു വരുമ്പോൾ, നിങ്ങൾക്കെതിരെ രഹസ്യത്തിൽ പറഞ്ഞത്, നിങ്ങൾക്കെതിരെ രഹസ്യത്തിൽ ചെയ്തത്, ആഭിചാരകന്മാരുടെ അടുക്കൽ പോയിരുന്ന് ചെയ്തത്, മന്ത്രവാദികളുടെ അടുക്കൽ പോയിരുന്ന് ചെയ്തത്, നിങ്ങൾക്കെതിരെ ഗൂഢാലോചനയുടെ കൂട്ടുകെട്ടിനകത്ത് ചെയ്തത്, നിങ്ങൾക്കെതിരെ ഇരുൾമണ്ഡലങ്ങളിൽ ചെയ്തത്, രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. ആ രാത്രി ദർശനത്തിൽ ദാനിയേലിന് രഹസ്യം വെളിപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ,
എൻ്റെ സഹോദരങ്ങളെ, ഒരു യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. ആ രഹസ്യം വെളിപ്പെട്ടില്ലെങ്കിൽ പിറ്റേന്ന് ദാനിയേലും സ്നേഹിതരും അവരുടെ കഴുത്തെ തല കാണത്തില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, ജീവിതത്തിനെതിരെ, കുടുംബത്തിനെതിരെ, തലമുറയ്ക്കെതിരെ പിശാച് രഹസ്യമായി അണിയറയിൽ ഒരുക്കുന്ന ചില പദ്ധതികളെ ദൈവജനം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയാതെ, ദേശത്തിൽ നിലനിൽക്കാൻ കഴിയാതെ, സമൂഹത്തിൽ നിന്ന് പറിച്ചെറിയുന്നത് പോലെ, ഒരു പുല്ല് പറിച്ചെറിയുന്നത് പോലെ, ഒരു പൂ ഞെരടിക്കളയുന്നത് പോലെ നിന്നെ ഞെരടിക്കളയാൻ പൈശാചിക മണ്ഡലങ്ങൾ പദ്ധതിയിടും. ഇന്ന് രാത്രി എന്നാൽ ദർശനമണ്ഡലം തുറന്ന് പൈശാചിക നിഗൂഢതകളെ തിരിച്ചറിയുന്ന ദൈവജനം പ്രവാനം വികലഘടകശപ്രവാനി വാർത്തോലി ഘടകശപ്രവേരിയ റാൽബകർമ്മഹേസേനിയ റാൽതേജകം പ്രവാചകം ബാലഘടകം വർദ്ധനാചരം പ്രവർത്താനിയ. ആമേൻ. ദൈവം അനുവദിച്ചാൽ മിസ്റ്ററീസ് എന്ന വിഷയത്തിലേക്ക് നമുക്ക് സാവകാശം കയറാം. പക്ഷേ ദൈവമക്കളെ, 39-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, വായിക്കേണ്ട. മനുഷ്യനെല്ലാം നിഴലായി നടക്കുന്നുവെന്ന്. ഒരു മനുഷ്യൻ ഒരു നിഴലാണെങ്കിൽ അതിൻ്റെ പുറകിൽ സംതിങ് ഉണ്ട്. എൻ്റെ സഹോദരങ്ങളെ, പിറകിൽ എന്തെങ്കിലും ഇല്ലാതെ ഒരു നിഴലുണ്ടാകത്തില്ല. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എനിക്കെതിരെ ഓഫീസിൽ ഒരു മനുഷ്യൻ എഴുന്നേൽക്കുന്നെങ്കിൽ അതൊരു നിഴല. അതിൻ്റെ പുറകിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അതിൻ്റെ പുറകിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. എൻ്റെ കുടുംബത്തിൽ ഒരാൾ പ്രശ്നമുണ്ടാക്കുന്നെങ്കിൽ അത് നിഴലാണ്. അതിൻ്റെ പുറകിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. പത്രോസ് യേശുവിൻ്റെ അടുക്കൽ ചില വാക്കുകൾ പറയുമ്പോൾ യേശു പത്രോസിനെ അല്ല കാണുന്നത്, പത്രോസിൻ്റെ നാവിനെ സ്വാധീനിക്കുന്ന പൈശാചിക ശക്തിയെ തിരിച്ചറിഞ്ഞിട്ട് യേശു പറയുകയാണ്, സാത്താനെ നീ പുറകിൽ പോയെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. പൗലോസ് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ വെളിച്ചപ്പാടത്തിയാകുന്ന ആ സ്ത്രീയെ നോക്കി പൗലോസ് അവളിലുള്ള ഭൂതത്തോട് സംസാരിച്ചുവെന്ന് പറയുകയാണ്. മിസ്റ്ററീസ്, ഹിഡൻ മിസ്റ്ററീസ്. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ദൈവജനത്തിന്റെ ദർശനമണ്ഡലം തുറക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കോ ദൈവസഭയ്ക്കോ അഭിഷക്തന്മാർക്കോ വിരോധമായി മറഞ്ഞു കിടക്കുന്ന, പിണഞ്ഞു കിടക്കുന്ന മിസ്റ്ററീസ്, രഹസ്യങ്ങൾ രാത്രി ദൈവിക അധികാരത്തിൽ ദർശനമണ്ഡലങ്ങൾ ഓപ്പൺ ആകട്ടെ. ദർശനമണ്ഡലങ്ങൾ ഓപ്പൺ ആകട്ടെ. കുടുംബത്തിനെതിരെ രഹസ്യത്തിൽ ചെയ്തത്, തലമുറകൾക്കെതിരെ രഹസ്യത്തിൽ ചെയ്തത്, ശുശ്രൂഷയ്ക്കെതിരെ രഹസ്യത്തിൽ ചെയ്തത്, ദേശത്തിൽ രഹസ്യമായ ഗൂഢാലോചനകൾ, പ്രസ്ഥാനങ്ങൾക്കെതിരെ രഹസ്യമായ പദ്ധതികൾ, ആഭിചാര മണ്ഡലങ്ങൾക്കകത്തുള്ള രഹസ്യ ഗൂഢാലോചനകൾ, ഈ രാത്രി വെളിപ്പെട്ടു വരുന്ന ദർശനമണ്ഡലം സ്വർഗമേ ഓപ്പണാക്കണമേ. എത്ര പേർ ആഗ്രഹിക്കുന്നു ദർശനമണ്ഡലം തുറക്കണം? ദർശനമണ്ഡലം തുറന്നാൽ ഒരു സങ്കടപ്പെട്ട ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ പ്രവാചനം പ്രോമന സഠേലിയ റാൽധനി ഘടക ശവം പ്രവാചിയ ആ രാത്രി സ്വർഗം വെളിപ്പെടുത്തോ. ഏത് ദിക്കിൽ, എവിടെ, എങ്ങനെയാണ് ശത്രു നിനക്കെതിരെ പോരാട്ടം അഴിച്ചുവിട്ടതെന്ന്, എവിടെയാണ് നിനക്കെതിരെ അവൻ കൂടോത്രം ചെയ്തതെന്ന്, എവിടെയാണ് അവൻ നിനക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്ന് ക്ലിയർ കട്ടായിട്ട് നിന്റെ ദർശനമണ്ഡലം വിളിച്ചു പറയും. ദാനിയേൽ 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദാനിയേലും കൂട്ടുകാരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദാനിയേൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. നശിച്ചു പോകരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ മറുപടി എന്തായിരുന്നു എന്നറിയാമോ? ദാനിയേലിന്റെ ദർശനമണ്ഡലം തുറക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ജീവിതത്തിനെതിരെ ഉയർന്നു വരുന്ന ചില നാശത്തിന്റെ വെല്ലുവിളികൾക്കെതിരെയുള്ള ദൈവത്തിന്റെ മറുപടി നിന്റെ ദർശനമണ്ഡലം തുറക്കുക എന്നുള്ളതാ.
ജീവിതത്തിൽ നിനക്കും നിന്റെ സാമ്പത്തികത്തിനും ആത്മീയതയ്ക്കും നിന്റെ വെൽബീയിങ്ങിനും നിന്റെ ഡിഗ്നിറ്റിക്കും നിന്റെ റെപ്യൂട്ടേഷനും എതിരെ ഉയർന്നു വരുന്ന ചില പോരുകളുടെ നടുവിൽ നിന്റെ ജയം നിന്റെ മേൽ ദർശനമണ്ഡലം ഓപ്പൺ ആകുന്നതാ. എന്റെ സഹോദരങ്ങളെ, 2-ാം അധ്യായത്തിൽ ദാനിയേൽ ദർശനം കാണുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? രഹസ്യങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ്. പക്ഷേ 7-ാം അധ്യായത്തിൽ ദാനിയേലിന്റെ പുസ്തകം 1 തുടങ്ങി 6 വരെ നെബൂഖദ്നേസർ കണ്ട ദർശനങ്ങളും കാര്യങ്ങളുമാണെങ്കിൽ 7-ാം അധ്യായം തുടങ്ങി ദാനിയേൽ നേരിട്ട് കണ്ട ദർശനങ്ങളാണ്. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, ബേൽശസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടോ. അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. നെബൂഖദ്നേസറിന്റെ കാലം കഴിഞ്ഞ് ബേൽശസ്സറിന്റെ കാലം വന്നപ്പോൾ ദാനിയേലിന്റെ ദർശനമണ്ഡലം വേറെ അളവിൽ തുറക്കാൻ തുടങ്ങി. 2-ാം വാക്യത്തിൽ പറയുകയാണ്, ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് കണ്ടോ. ആമേൻ. വെവ്വേറെ വിധത്തിലുള്ള 4 മഹാമൃഗങ്ങൾ കയറി വരുന്നത് കണ്ടോ. സമയ ചുരുക്കം കൊണ്ട് ഞാൻ ആ മഹാമൃഗങ്ങളിലേക്ക് പോകുന്നില്ല. സിംഹവും കഴുകനും ചേർന്ന കരടിയും 3 വാരിയെല്ലുകളെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കരടി, പുള്ളിപ്പുലിയുടെ 4 ചിറകുകളും ഉള്ളതായിട്ടുള്ള 3-ാമത്തെ മൃഗ, 4-ാമത് വല്ലാത്തതായി കയറി വരുന്ന ഇരുമ്പ് മുഖമുള്ളതായ, ഇരുമ്പ് പല്ലുകളുള്ളതായ ദുഷ്ടമൃഗം, വല്ലാത്ത മൃഗ. ആമേൻ. ബാബിലോൺ സാമ്രാജ്യത്തിന് അനന്തരമായി ഉയർന്നു വരുന്ന ബാബിലോൺ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, റോമ സാമ്രാജ്യ എന്നിങ്ങനെ 4 സാമ്രാജ്യങ്ങൾ. ഈ പേർഷ്യൻ സാമ്രാജ്യ ആമേൻ 3 രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി 3 വാരിയെല്ലുകളെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കയറി വരുന്നതെന്നോ. ഗ്രീസിന്റെ ആധിപത്യം അവസാനം 4ആയി തിരിഞ്ഞ് സെലൂക്യസിലേക്കും കസാൻഡറിലേക്കും കടന്നു പോകുന്ന 4 ചെറിയ ചിറകുകളായി മാറുമെന്നും വരെ തെളിഞ്ഞു പറയുന്നതായ ആമേൻ ഭാവി കാലത്തെ കുറിച്ച് ആമേൻ ഉള്ള ദർശനമാണ് 7-ാം അധ്യായത്തിൽ ദാനിയേലിന് വെളിപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാര, 2-ാം അധ്യായത്തിൽ നശിച്ചു പോകാതിരിക്കാനാണ് ദർശനം കണ്ടതെങ്കിൽ 7-ാം അധ്യായത്തിൽ തൻ്റെ ഭാവിയെക്കുറിച്ച്, തൻ്റെ രാഷ്ട്രത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, തൻ്റെ ജനത്തിൻ്റെ ഭാവിയെക്കുറിച്ച് തനിക്ക് ദർശനമുണ്ടായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ്റെ ദർശനമണ്ഡലം തുറന്നാൽ അവൻ്റെ ഭാവിയെക്കുറിച്ച് അവൻ ഉറപ്പുണ്ടാകും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെയും ദർശനമണ്ഡലം ദൈവം തുറക്കണം. ആമേൻ. കുഞ്ഞുങ്ങളിലാണ് ഏറ്റവും അധികം ദർശനമണ്ഡലം തുറക്കുന്നത്. എവിടെയാണെന്നറിയാമോ? അതിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് സുപരിചിതമായ ഒരു വാക്യ, ആമേൻ, അപ്പച്ചന്മാരും അമ്മച്ചിമാരും ദർശനം കാണുമെന്നല്ല പറഞ്ഞത്. എൻ്റെ പുത്രന്മാരും പുത്രിമാരും യൗവനക്കാർ ദർശനം കാണുമെന്നാണ് പറഞ്ഞത്. ഈ കുഞ്ഞുങ്ങളുടെ ദർശനമണ്ഡലം തുറന്നാൽ അവരുടെ ഭാവിയെക്കുറിച്ച് അവർക്ക് ക്ലിയർ കട്ട് വിഷൻ ദൈവം കൊടുക്കുക. ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. ആമേൻ. ലോകത്തെല്ലാവരും സോഫ്റ്റ്വെയർ പഠിക്കുന്നത് കൊണ്ട്, ലോകത്തെല്ലാവരും റോബോട്ടിക്സിന് വേണ്ടി പാടുപെടുന്നത് കൊണ്ട്, ലോകത്തെല്ലാവരും AI പോകുന്നത് കൊണ്ട്, ലോകത്തെല്ലാവരും ഫാമിലിക്ക് പോകുന്നത് കൊണ്ട് അവൻ പോകത്തില്ല. പകരം അവൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ നിയോഗത്തെ, അവൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ, അവൻ്റെ മേലുള്ള രാജ്യത്തിൻ്റെ വിളിയെ, അവൻ്റെ മേലുള്ള ശുശ്രൂഷയുടെ നിയോഗത്തെ തിരിച്ചറിഞ്ഞിട്ട് അവൻ അതിലേക്ക് തിരിയോ. അവൻ്റെ ഭാവിയെക്കുറിച്ച് എൻ്റെ സഹോദരങ്ങളെ, അബ്രഹാം എന്ന ഒരൊറ്റ മനുഷ്യൻ കൂടും കുടുംബവും കൂട്ടുകാരും വിട്ട് ഹാരാൻ എന്ന ദേശത്തിനപ്പുറം ഏകാന്തതയിൽ നട്ടം തിരിയുമ്പോൾ കൂടെ കൈപിടിക്കാൻ ഒരു മനുഷ്യരില്ലാതെ വല്ല നാട്ടിൽ നിന്നും വന്ന ദമ്മശേക്കുകാരനായ എലയാസർ നാളെ ഇവൻ അധ്വാനിച്ചുണ്ടതാക്കിയതെല്ലാം കൊണ്ടുപോകുമെന്ന് ഇരുന്ന ആകുലപ്പെട്ട രാത്രിയിൽ അബ്രഹാമിൻ്റെ ആകുലത മാറി താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്നോ, തൻ്റെ തലമുറകൾ കടൽക്കരയിലെ മണൽ പോലെ എണ്ണിക്കൂടാത്ത ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അസംഖ്യമാകുമെന്ന് തൻ്റെ ഭാവിയെക്കുറിച്ചൊരു ഉറപ്പ് എവിടെ കിട്ടിയതെന്നറിയാമോ? ആ രാത്രി വെളിപ്പെട്ട തുറന്ന ദർശന മണ്ഡലത്തിനകത്ത്. ഇന്ന് രാത്രി ആമേൻ എല്ലാ ആങ്സൈറ്റി ഡിസോർഡറുകളെയും പൊട്ടിച്ചു കളയാൻ ദൈവത്തിൻ്റെ ദർശന മണ്ഡലത്തിന് അധികാരമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുക, എൻ്റെ ദർശന മണ്ഡലം ഒന്ന് തുറന്നു വരട്ടെ. നാളെ എന്താ
എന്തായിത്തീരും? എൻ്റെ ശുശ്രൂഷയുടെ ഭാവി എന്തായിത്തീരും? എൻ്റെ ബിസിനസിൻ്റെ ഭാവി എന്തായിത്തീരും? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും? എൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഭാവി എന്തായിത്തീരും? എൻ്റെ ശരീരം ഇങ്ങനെ പോയാൽ എന്തായിത്തീരും? ഏത് വിഷയത്തിലാണോ നിന്നെ ആങ്സൈറ്റി വേട്ടയാടുന്നത്, ഇന്ന് രാത്രി ദർശനമണ്ഡലം തുറക്കുമ്പോൾ നിന്റെ ഭാവിയുടെ മേൽ നിനക്കൊരു ഭയങ്കര അധികാരം വരും. നിന്റെ ഭാവിയുടെ മേൽ ഒരു അധികാരം വരും. ലാൽ കറ്റാൽ 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 ബാസിയ റാൽ ബറ്റൽ ബറ പ്രവാഹജിയ റാൽ കറ്റാൽ ബാറിയ സർത്തേജിയ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന പല മാതാപിതാക്കളും പറയും, പാസ്റ്ററെ തീച്ചുളയിൽ കൂടെയാ കടന്നു വന്നത്, പക്ഷെ മുന്നമേ ദൈവം കാണിച്ചതുകൊണ്ട് അതുകൊണ്ടാ ഞങ്ങൾ പിടിച്ചു നിന്നത്. ഇന്ന് രാത്രി ഇതിനകത്ത് പറയാൻ കഴിയത്തില്ലേ, മുന്നമേ ദൈവം കാണിച്ചു തീച്ചൂള വരുന്നുവെന്നും അതിൽ നിന്ന് പൊന്നുപോലെ പുറത്തു വരുന്നെന്നോ, അഗ്നിനാവുകളുമായി ശത്രു പിളർന്ന വായോടുകൂടെ കടന്നു വരുന്നെന്നോ, പക്ഷെ ദൈവം കൈവെള്ളയിൽ വഹിക്കുന്നെന്നോ, പെരുവെള്ളം കവിഞ്ഞു വരുന്നെന്നോ, ദൈവം എഴുന്നേൽപ്പിച്ചു നിർത്തുന്നെന്നോ, ദൈവം ഭാവിയെ കുറിച്ച് വ്യക്തമായ ദർശനത്തെ കാണിച്ചു തന്നോ, അതുകൊണ്ട് പ്രതികൂലമാഞ്ഞടിച്ചിട്ടോ വെല്ലുവിളി ഉയർന്നു പൊങ്ങിയിട്ടോ പിടിച്ചു നിന്നതെന്ന് പറയാൻ അസ്തിത്വമുള്ള അപ്പനും അമ്മ ഇതിനകത്തിരിപ്പുണ്ട്. എൻ്റെ യൗവനക്കാരോട്, എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയാം, നമ്മളെക്കാട്ടിലും ഭീകരമായ പ്രതികൂലങ്ങൾ നമ്മുടെ പൂർവ്വപിതാക്കൾക്കുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച UAE ഇരുന്നപ്പോൾ എൻ്റെ തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുക്കൽ പ്രായമുള്ള ഒരു പിതാവ് പറഞ്ഞു, ഇപ്പോൾ ഇവിടേക്ക് വരുന്ന കുഞ്ഞുങ്ങളെല്ലാം വന്ന് 2 മാസത്തിൽ തന്നെ മെർസിഡീസും BMW എടുക്കും പാസ്റ്ററെ, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ കാലത്ത് നിങ്ങൾ ഗൾഫിൽ കയറി വരുമ്പോൾ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം അപ്പച്ചനും അമ്മച്ചിക്കും അയച്ചു കൊടുക്കണം, പിന്നെ ഒരു ഭാഗം പെങ്ങന്മാരെ കെട്ടിക്കാൻ വേണ്ടി മാറ്റി വെക്കണം, പിന്നെ ഒരു ഭാഗം വീട് പണിയാൻ വേണ്ടി മാറ്റി വെക്കണം, പിന്നെ നാട്ടിലൊരു 5 സെൻറ്റ് വസ്തു വേണം. എപ്പോഴാണ് ജോലി പോകുന്നതെന്ന് അറിയത്തില്ല. തിരിച്ചു ചെന്നാൽ റബ്ബർ വെട്ടിയായിരുന്നാലും ജീവിക്കാൻ ഒരു 10 മൂട് നടണമെന്നൊക്കെ നിങ്ങൾക്ക് ഭാരമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ തലമുറയ്ക്ക് അങ്ങനെ ഒരു സംഗതിയില്ല. ആമേൻ. അപ്പന്മാർ എത്ര ഇരുന്നാലും കയറി കിടക്കാൻ ഒരു വീടുണ്ടാക്കിയിട്ടിട്ടുണ്ട്. ആ വസ്തു എങ്ങനെയും പണയം വെച്ചിട്ട് വിറ്റിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന ഇന്നത്തെ തലമുറ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെക്കാട്ടിലും ഭീകരമായ പ്രതികൂലങ്ങളിൽ കൂടെ അവർ കടന്നുപോയത്, പക്ഷേ ആ പ്രതികൂലത്തെ അവർ തരണം ചെയ്തതിൻ്റെ ഒരു കഥ, ആമേൻ, അവർക്ക് വരുവാനുള്ള സംഗതികളെ കുറിച്ച് വ്യക്തമായ ദർശനമുണ്ടായിരുന്നു. ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ ദർശനമണ്ഡലം ഓപ്പൺ ആകണം. ദർശനമണ്ഡലം ഓപ്പൺ ആയാൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഉറപ്പുണ്ടാകും. എൻ്റെ സഹോദരങ്ങളെ, ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ദർശനമണ്ഡലത്തിൽ ദൈവം ഒരു ഡേറ്റ് അങ്ങ് കാണിക്കും, ഒക്ടോബർ 16. ഇത്രമേ കാണിക്കത്തുള്ളൂ. അതിനകത്തൊരു ധൈര്യം അങ്ങ് കയറും. അതെ, ഡേറ്റ് ദർശനം കണ്ടിട്ടുള്ളവരില്ലയോ ഇതിനകത്ത്? മാസം ദർശനം കണ്ടിട്ടുള്ളവരില്ലേ? ഒരു ചിലപ്പോൾ ഒരു എൻവലപ്പായിരിക്കും ദർശനം കണ്ടത്. അമേ. ചിലപ്പോൾ ഒരു രാജ്യത്തിൻ്റെ കൊടിയായിരിക്കും ദർശനം കണ്ടത്. ചിലപ്പോൾ ഒരു സമയമായിരിക്കും ദർശനം കണ്ടിട്ടുള്ളത്. കണ്ടിട്ടില്ലേ? ഭാവിയെ സംബന്ധമായി ദൈവം പറഞ്ഞു തരും ദർശനമണ്ഡലം ഓപ്പണായാൽ. ഞാൻ മുൻപോട്ട് പോകാം. ഭാവിയെക്കുറിച്ച് പറഞ്ഞു തരിക എന്നതുപോലെ പ്രധാനമായിരിക്കുന്ന വിഷയമാണ്, ആമേൻ, ജീവിതത്തിൽ ഈ ഭാവിയെക്കുറിച്ച് ഉള്ള ഭാവിയിൽ എന്താകുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉറപ്പ് ദൈവം തരും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് ഞാൻ ആവുന്നതും വേഗത്തിൽ ഈ വിഷയം കൺക്ലൂഡ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഉപവാസ പ്രസംഗ ദിവസങ്ങളല്ലല്ലോ, ഉപവാസ പ്രാർത്ഥനാ ദിവസങ്ങളല്ലേ. ഞാൻ വേഗത്തിൽ വലിയ സ്പീഡ് ഒന്നിൻ്റെയും പശ്ചാത്തലം പറയാതെ ഞാൻ തൊട്ട് പോകുന്നത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ലുസ്ത്രയിലും ഇക്കോന്യയിലും ഒക്കെ സഞ്ചരിച്ചിട്ട് ദൊർബയിലും ലിസ്ത്രയിലും ഒക്കെ സഞ്ചരിച്ച് അവർ കടന്നു വന്ന് ആസിയയിലെത്തിക്കഴിഞ്ഞപ്പോൾ 5-ാം വാക്യം തുടങ്ങി അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 5-ാം വാക്യം തുടങ്ങി അവർക്ക് ഫുള്ള് ബ്ലോക്കേഡാണ്. 16-ാം അധ്യായം 5-ാം വാക്യത്തിൽ വരുമ്പോൾ 5-ാം വാക്യത്തിൽ 6-ാം വാക്യത്തിൽ പറയുന്നത്, അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി.
7-ാം വാക്യത്തിൽ വരുമ്പോൾ മൂസിയയിലെത്തിയിട്ട് ബിഥുന്യയ്ക്ക് പോകാൻ അവർ പരിശ്രമിച്ചു. ആത്മാവ് അവരെ സമ്മതിച്ചില്ല. ഒരിടത്ത് പറഞ്ഞപ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞു പോകണ്ട എന്ന് വിലക്കി. പക്ഷെ മറ്റേടത്ത് വിലക്കുകയല്ല, തടഞ്ഞു നിർത്തി. പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പിടിച്ച് തിരിച്ച് പുഷ് ചെയ്യുക. തടസ്സത്തിൻ്റെ മേളിൽ തടസ്സം. അങ്ങനെ ഇരുന്നപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയുന്നില്ല. ആകെ ഒരു അൺസർട്ടനിറ്റി ജീവിതത്തിൽ കടന്നു വരികയാണ്. ആസിയയിൽ പറ്റത്തില്ല. അതിനുശേഷം ബിഥുന്യയ്ക്ക് പോകാൻ നോക്കിയിട്ട് അവിടെ പറ്റുന്നില്ല. അവരിങ്ങനെ ഗലാത്യയിലും ഫ്രുഗ്യയിലും കിടന്നിങ്ങനെ കറങ്ങും. എന്നിട്ട് അവര് ത്രോവാസിലെത്തിയിട്ടും അവർക്കതിൻ്റെ ഒരു തക്കതായ കണക്ഷൻ വരാതിരിക്കുക. അവർക്കിനി എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. They were not able to take a decision. Jesus, അൺസർട്ടനിറ്റി ജീവിതത്തിൽ വരും. അതിൻ്റെ 9-ാം വാക്യം, അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. അത് മതിയായിരുന്നു പൗലോസിന്. അടഞ്ഞ വഴികളിൽ എങ്ങോട്ട് തിരിയണമെന്നില്ലാത്ത അൺസർട്ടനിറ്റിക്കകത്ത് തൻ്റെ മുമ്പാകെ റൂട്ട് ക്ലിയറായി തനിക്കൊരു ഡിസിഷൻ മേക്കിംഗ് പവർ കിട്ടി. താൻ കറക്റ്റ് ഡിസിഷൻ എടുത്തു. മാസിഡോണിയയ്ക്ക് ഫ്ലൈറ്റ് പിടിക്കുക, മാസിഡോണിയയ്ക്ക് ഷിപ്പ് കയറുക, മാസിഡോണിയയ്ക്ക് റൂട്ട് തിരിക്കുക. പൗലോസ്, നിങ്ങൾ എന്താണിപ്പോൾ മാസിഡോണിയയ്ക്ക് പോകാൻ കാരണം? എവിടോട്ട് പോകണമെന്നറിയാതെ വട്ടം കറങ്ങുകയല്ലായിരുന്നോ? പൗലോസ് പറഞ്ഞു, ഇനി ഞാൻ വട്ടം കറങ്ങത്തില്ല. എനിക്ക് ഡെസ്റ്റിനി എനിക്ക് വ്യക്തമായിട്ട് വെളിപ്പെട്ടോ. എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ ഡെസ്റ്റിനേഷൻ ഞാൻ കണ്ടോ. എവിടാ പൗലോസ്? മാസിഡോണിയയിലേക്ക്, ഗ്രീസിലേക്ക് പോകാൻ പറഞ്ഞോ. ആമേൻ. കഴിഞ്ഞ രാത്രി ഞാനൊരു ദർശനം കണ്ടോ. സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിക്കത്തില്ല. ആ ദർശനത്തിൽ കാലടി വെച്ചാൽ ദൈവം എനിക്ക് അത്ഭുതങ്ങളെ ചെയ്യുമെന്നുറപ്പുണ്ട്. മാസിഡോണിയയിലേക്ക് കടന്നുപോയ പൗലോസ് അസാധാരണമായി അവിടെ ഉപയോഗിക്കപ്പെടുകയാണ്. ഇന്ന് രാത്രി അൺസർട്ടനിറ്റികളുടെ നടുവിൽ ഇനിയും ഒരു കാലടി എങ്ങോട്ട് വെക്കണമെന്ന് ആകുലത നിന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ച് ഞെരുക്കുമ്പോൾ, ഇന്ന് രാത്രി നിന്റെ ഡിസിഷൻ മേക്കിംഗ് നിന്റെ ദർശന മണ്ഡലം തുറക്കപ്പെടുമ്പോൾ, ഇന്ന് രാത്രി എൻ്റെ സഹോദരങ്ങളെ, നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തീരുമാനവും എടുത്തിട്ടില്ല. പകരം ദൈവം എനിക്ക് എഴുതി തന്ന തീരുമാനങ്ങൾ ഞാൻ വായിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെ ഡിസിഷൻ മേക്കിംഗ് സ്വർഗത്തിലെ അപ്പൻ്റെ കയ്യിലാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തിൻ്റെ ദർശനമണ്ഡലം തുറന്നു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും ഒരുപോലെ ഞാൻ പറയുകയാണ്, നിന്റെ ഭാവിയെ സംബന്ധിച്ച്, നിന്റെ നാളെയെ സംബന്ധിച്ച്, നിന്റെ ഓക്യുപ്പേഷനെ സംബന്ധിച്ച്, നിന്റെ പ്രൊഫഷനോ കരിയറോ എന്തുമാകട്ടെ, നിന്റെ കുടുംബജീവിതമാകട്ടെ, എന്ത് തീരുമാനമെടുക്കണം, എന്തു മറുപടി പറയണം, ആലോചനകൾ പലവിധത്തിൽ മനസ്സിനെ താളം തെറ്റിക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞോട്ട് എൻ്റെ ദർശനമണ്ഡലം ഒന്ന് തുറന്നതാ. ഇന്ന് രാത്രി ആ ദർശനമണ്ഡലം ഒന്ന് ഓപ്പണായാൽ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന ഉറപ്പിനെ ഞാൻ കൈമാറുക. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി പരിശുദ്ധാത്മാവ് ചില ക്ലിയർ കട്ട് ഡിസിഷൻ മേക്കിങ്ങുകളിലേക്ക്, ചില ഡിസിഷൻ മേക്കിംഗ് പവർ നിങ്ങൾക്ക് ആ ദർശനം റിലീസ് ചെയ്യാൻ പോവുകയാണ്. നീ എവിടെ വീട് പണിയണമെന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് ദർശനം തരും. നീ എന്തു മറുപടി പറയണമെന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് ആലോചന തരും. ജീസസ്. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, അൺസർട്ടനിറ്റി നമ്മളെ വല്ലാതെ കയറി മൂടുമ്പോൾ ദർശനമണ്ഡലം തുറക്കണം. യെഹെസ്കേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്.
യെഹെസ്കേലിന് ദൈവം ദർശനങ്ങളെ നൽകുകയാണ്. യെഹെസ്കേലിന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആത്മാവിനെ ഭൂമിയുടെയും ആകാശത്തിൻ്റെ മധ്യേ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരൂശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിലിൽ കൊണ്ടുചെന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാബിംബത്തിൻ്റെ ഇരിപ്പിടമുണ്ടായിരുന്നു. തീഷ്ണതാബിംബത്തിൻ്റെ ഇരിപ്പിടം എവിടെയുണ്ടായിരുന്നു? യെരൂശലേമിൻ്റെ അകത്തെ വാതിൽക്കൽ. യെരൂശലേമിലെ അകത്തെ വാതിൽക്കൽ ഒരു ബിംബം ഇരിക്കുന്നത് കണ്ടു. ഇത് പുറമെ ആരേലും കണ്ടോ? ദർശനത്തിൽ കണ്ടു. ആമേൻ. യെരൂശലേമിനകത്തൊരു ബിംബം വരിക എന്ന് പറഞ്ഞാൽ 10 കൽപ്പനകളുടെ ലംഘനമാണ്. ദർശനവരം ഉള്ളവന് എന്ത് സംഭവിക്കും? ലംഘനങ്ങൾ വെളിപ്പെട്ടു. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ഒരു മിഷനറി മാതാവ് തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഒരു മുസ്ലിം പേര് കയറി വരികയാണ്. ഒരു മുസ്ലിം പയ്യൻ്റെ പേര്. ഇവൾക്ക് 26 വയസ്സായി, 27 വയസ്സായി, ഇവൾക്ക് കല്യാണം വേണ്ട. ഈ അമ്മ പ്രാർത്ഥന കല്യാണം നടക്കണേ. ഒരു മുസ്ലിം പേര് കയറി വരികയാണ്. അവസാനം ഈ അമ്മ ഒരു ദിവസം ഇവളെ വിളിച്ചിട്ട് നിർബന്ധമായിട്ട് പഠിക്കുന്നിടത്തൊന്ന് വിളിച്ചു വരുത്തിട്ട് ചോദിച്ചു, ഇതാരാണെന്ന് ചോദിച്ചു. ഒറ്റ ചോദ്യം, ഈ പറയുന്ന ആളാരാണ്? അവൾ തിരിച്ചു ചോദിച്ചു, അമ്മയുടെ അടുത്ത് ഇതാരാ പറഞ്ഞു? അമ്മ തിരിച്ചു ചോദിച്ചു, നീ പറ ഇതാരാണെന്ന്. അവൾ അടുത്തത് പറഞ്ഞു, അമ്മ എന്തോ ഇനി ബഹളം വെച്ചാലും അവനെ മാത്രമേ കെട്ടത്തുള്ളൂ. അമ്മയുടെ അടുത്ത് ആരാ പറഞ്ഞേ? ദർശനമുള്ള ഒരപ്പനെ അമ്മയെ ഒരു പിള്ളേർക്കും കളിപ്പിക്കാൻ പറ്റത്തില്ലെന്നേ. അവള് 2 വർഷം മല്ലുകെട്ട് നിന്നു. എനിക്കാരും വേണ്ട. ആ അമ്മ ഒരു 21 ഇരുന്നു. ആ ബന്ധം പൊളിഞ്ഞു. പക്ഷേ 21 ബന്ധം പൊളിഞ്ഞു. പക്ഷേ അവളൊരു കടും വെട്ട് വാശിക്കകത്ത് നിന്നു. ഞാൻ വിവാഹം കഴിക്കത്തില്ല. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താം. ഇന്ന് ആ അമ്മയുടെ വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ചർ ആ മകളും മകനുകളുടെ വിവാഹം, ആ മകളും ഒരു ദൈവ പൈതലും കൂടെ വിവാഹം കഴിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ഒരളവിൽ പറഞ്ഞാൽ ദൈവസഭയ്ക്ക് മുഴുവനും നാണംകേടായി പോകാമായിരുന്ന ഒരു വിഷയമാണ്. ഇതിനെ മുഴുവനും ആ അമ്മയുടെ ഒരൊറ്റ പ്രാർത്ഥനാ മുറിക്കകത്ത് ദർശനത്തിൽ അവർ പിടിച്ചു. അകത്തിരിക്കുന്ന തീഷ്ണതാബിംബത്തെ യെഹെസ്കേൽ ദർശനത്തിൽ കണ്ടു. തീർന്നില്ല. യെഹെസ്കേലിന്റെ പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം ആത്മാവെന്നെ എടുത്തു യഹോവയുടെ ആലയത്തിൽ കിഴക്കോട്ട് ദർശനമുള്ള കിഴക്കേ പടിവാതിൽക്കൽ കൊണ്ടുപോയി. വടക്കേ പടിവാതിൽക്കൽ കൊണ്ടുപോയപ്പോഴെന്തുവാ കാണിച്ചത്? വിഗ്രഹം ഇരിക്കുന്നു. കിഴക്കേ വാതിൽക്കൽ കൊണ്ടുപോയപ്പോൾ പടിവാതിലിന്റെ പ്രവേശനത്തിങ്കിൽ ഞാൻ 25 പുരുഷന്മാരെയും, ആമേൻ, ഇനി 25 പുരുഷന്മാരെ കണ്ടു. അവിടെ നിൽക്കട്ടെ. ഇനി 2-ാം വാക്യം. മനുഷ്യപുത്ര, ഇവർ ഈ നഗരത്തിൽ നീതികേട് നിരൂപിച്ച് ദുരാലോചന കഴിക്കുന്ന പുരുഷന്മാരാണ്. എൻ്റെ സഹോദരങ്ങളെ, 25 പുരുഷന്മാരെ കണ്ടു. ആ 25 പുരുഷന്മാരുടെ നടുവിൽ യെഹെസ്കേലിന് നല്ല പരിചയമുള്ള യയസന്യാവേയും പെലത്യാവേയും, ഈ 2 പുള്ളികളെ, 2 പേരെ നല്ല വ്യക്തമായിട്ട് അവരുടെ മുഖം കണ്ടു. ഇതാണ് ദർശനം. സിംഹത്തെയും കരടിയെയും പുലിയെയും കാണുന്നതല്ല ദർശനം. പെലത്യാവിനെയും യയസ്യാവിനെയും ക്ലിയർ ആയിട്ട് കണ്ടു. ജനത്തിന്റെ നാട്ടിൽ അവരാരാ? ജനത്തിലെ പ്രഭുക്കന്മാരാ, പ്രിൻസസാ. അവരെ ആരേലും വല്ലതും കുറ്റം പറയുവോ? എത്ര മാന്യന്മാരായിട്ടാ നടക്കുന്നേ. പക്ഷെ ദർശനമണ്ഡലം വെളിപ്പെട്ടപ്പോ അവൻ ആരാ പുള്ളിയെന്ന്. ഇന്ന് രാത്രി ദർശനം വെളിപ്പെടണം. ദർശനമണ്ഡലം തുറക്കണം. നിങ്ങളെ കണ്ട അച്ചായാ, അമ്മാമേ, അവരാരാണെന്ന് നീ തിരിച്ചറിയുവാൻ
നിന്റെ ദർശന മണ്ഡലം തുറക്കണം. നിന്റെ പ്രൊഫഷനകത്ത് നിനക്ക് ദർശന മണ്ഡലം ഉണ്ടാകണം. ആമേൻ. നിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ അവന്റെ ഉള്ളിലെ ഇരിപ്പെന്താണെന്നും തിരിച്ചറിയാൻ ദർശന മണ്ഡലം തുറക്കണം. വടക്കേ വാതിലിൽ കൊണ്ടുപോയി ബിംബത്തെ കാണിച്ചു, കിഴക്കേ വാതിലിൽ കൊണ്ടുപോയി പെലത്യാവിനെയും യയസ്യാവിനെയും അവന്റെ കൂടെ നിൽക്കുന്ന 25 പേരെ കാണിച്ചിട്ട് പറഞ്ഞു, യെഹെസ്കേലേ, നീ പുരോഹിതന്റെ മകനാ, നീ പള്ളിക്കകത്ത് വളർന്നയായോണ്ട് നിനക്ക് കള്ളത്തരമൊന്നും ചൊവ്വേ അറിയത്തില്ല. എന്നാൽ എന്റെ ദർശന മണ്ഡലം നിന്നെ കൊണ്ടുപോയി ഉള്ളവന്റെ പച്ച ഞാൻ കാണിച്ചു തരാം. ഈ രാത്രി ദർശന മണ്ഡലം തുറക്കണം. വേണ്ടായോ? വേണ്ടായോ? എൻ്റെ സഹോദരങ്ങളെ, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അഭ്യാസം കൊണ്ടല്ല നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. പകരം നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ഒരു ദർശനവരം ഇതിനകത്ത് റിലീസാകും. നിന്റെ ജോലി സ്ഥലത്ത് ആ കൃപ വ്യാപരിക്കും. നിന്റെ കുടുംബ ജീവിതത്തിൽ ആ കൃപ വ്യാപരിക്കും. ലാൽ കൽബല തൽബോരിയ പ്രവാചല പട്ടോലി ബരാശബ പ്രവാരിയ റാൽഗല പ്രവാചല ഗഡര ഗഡ ഗജാര ഗഡ സംപ്രവാരിയ റാൽദന ഗഡി ഗജര പ്രഭ ശാർത്തേരിയ ഹോളി സ്പിരിറ്റ് ലാൽ കൽബല ബബ ബബ ശാർത്താരിയ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഇതിനെ 3ആയി തിരിച്ചു പറയാം. യെരൂശലേമിൽ വിഗ്രഹം ഇരിക്കുക എന്ന് പറഞ്ഞാൽ പാപമാണ്. പാപം ദർശനത്തിൽ കൂടെ വെളിപ്പെട്ടു. 2, ഒരു വിഗ്രഹവും അതിൻ്റെതായിട്ടുള്ളതും വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ പൈശാചിക, സിമ്പിളായി പറഞ്ഞാൽ ആഭിചാരങ്ങൾ, സോസറീസ്, അത് വെളിപ്പെട്ട് വരും. അത് വെളിപ്പെട്ട് വരും. എവിടെയാണ് ഇതിൻ്റെ അടിസ്ഥാനം, എവിടെയാണ് ഇതിൻ്റെ ആറ്റം ബോംബ് ഇരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് വെളിപ്പെട്ട് വരും. എൻ്റെ സഹോദരങ്ങളെ, ഇത് പരിശുദ്ധാത്മാവ് പല വിധത്തിലായിരിക്കും. ചിലപ്പോൾ ദർശനത്തിലായിരിക്കത്തില്ല, ദൈവം പർട്ടിക്കുലറായിട്ട് വെളിപ്പെടുത്തും. ഞങ്ങൾ ചില നാളുകൾ ഞങ്ങളുടെ ദേശത്തിൽ, ദൈവമേ ഈ ദേശത്തെ ദുരാത്മശക്തിയുടെ ബെൽറ്റ് വെളിപ്പെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഒരു കർത്താവിൻ്റെ ദാസി ഉറങ്ങിക്കൊടുന്നപ്പോൾ അവർ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. 1 മണിയായപ്പോൾ അവർ ഉറക്കം നഷ്ടപ്പെട്ട് അവർ പെട്ടെന്ന് വെളിയിലിറങ്ങി ബാൽക്കണിയിൽ കൂടെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ വടക്ക് ഭാഗം, ഞാൻ പത്തനംതിട്ടയുടെ കാര്യമാണ് പറയുന്നത്, കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന് വെള്ളത്തൊപ്പി വെച്ച് വെള്ള ഉടുപ്പിട്ട ഒരു 10 പേരോളം 2 വണ്ടികളിലായി അവിടേക്ക് കയറിപ്പോകുന്നു. ചില സമയങ്ങൾ കഴിഞ്ഞവർ ഇറങ്ങിപ്പോകും. നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണ്. അതിൻ്റെ പിറ്റേ ആഴ്ച ഒരു കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ വ്യക്തമായ ഒരു സ്പോട്ട് പറഞ്ഞു. ഇതേ രൂപത്തിലുള്ള, ഇതേ സംഗതിയിലുള്ള ഒരാൾ ഒരു സാധനം അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതിനെ കണ്ടു. എൻ്റെ സഹോദരങ്ങളെ, സഭയിലെ രഹസ്യമായ ചിലർ ശക്തമായി പ്രാർത്ഥിക്കുവാൻ കെട്ട് പൊട്ടുന്നത് വ്യക്തമായി തിരിച്ചു. We must have the opened vision realm. നമ്മുടെ കുടുംബത്തിൽ ഒരു പാപം നടക്കുവാണെങ്കിൽ നമ്മൾ അത് അറിയണം. യോശുവായേ, നീ വെറുതെ കിടന്ന് നിലമ്പാട് വീണ് കരഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ പാളയത്തിൽ ആകാൻ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നീ അതറിയണം. ഇന്ന് രാത്രി ഞാൻ മാതാപിതാക്കളോട് പറയുകയാ, വെറുതെ കരഞ്ഞാ പോരാ. തലമുറകളെ ഡിസൈൻ ചെയ്യുന്ന, അവരുടെ അന്തർഭാഗം കാണുന്ന ഒരു അസാധാരണ ദർശനവരം. രണ്ട്, ആഭിചാരങ്ങളെ കാണുന്ന ദർശനവരം. 25 പേരും യയസന്യാവും പെലത്യാവും കൂടെ കൂടിയിരുന്ന് ഗൂഢാലോചന ചെയ്യുകയാ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 1, ഫാമിലിക്കകത്തെ കാര്യങ്ങൾ അറിയുവാൻ. 2, സ്പിരിച്വൽ റലത്തിലെ കാര്യങ്ങൾ അറിയുവാൻ. 3, സൊസൈറ്റിയിലെ കാര്യങ്ങൾ അറിയുവാൻ.
ഒരു ദർശനവരം ഉണ്ടാകണം. നിങ്ങളായിരിക്കുന്ന പ്രസ്ഥാനത്തിൽ നിങ്ങൾ ദർശനവരം പ്രാപിച്ച് രാത്രിയിൽ കിടന്നുറങ്ങിയാൽ എവിടെയാണ് തട്ടിപ്പ് നടക്കുന്നത്, എവിടെയാണ് ഗൂഢാലോചന നടക്കുന്നത്, പരിശുദ്ധാത്മാവ് രാത്രി ദർശനത്തിൽ എനിക്ക് വെളിപ്പെടുത്തി തന്നു എന്ന് പറയുവാനിട വരും. വി മസ്റ്റ് ഹാവ് ആൻ ഓപ്പൺഡ് വിഷൻ റലം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. 1 ശമൂവേൽ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, 1 ശമൂവേൽ 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പിന്നെ ശമൂവേൽ രാവിലെ വരെ കിടന്നുറങ്ങി. രാവിലെ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകളെ തുറന്നു. എന്നാൽ ഈ ദർശനം ഏലിയെ അറിയിപ്പാൻ ശമൂവേൽ ശങ്കിച്ചു. അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 11-ാം വാക്യം, യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും. മതി. ഇസ്രായേലിൽ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം ശമൂവേലിന് ദർശനത്തിൽ വെളിപ്പെട്ടു. ആമേൻ. ദൈവം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് പറയാതെ ഒരു കാര്യവും ചെയ്യത്തില്ല. ജീസസ്. കഴിഞ്ഞ ആഴ്ച ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വളരെ അനുതാപത്തോടെ സങ്കടത്തോടെ വിളിച്ചിട്ട് പറഞ്ഞൊരു വാക്യതാണ്, കർത്താവിൻ്റെ ദാസനെ, എനിക്ക് കുഞ്ഞുനാളിൽ നല്ല ദർശനവരവും പ്രവചനവും വെളിപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ മറന്നുപോയി, വിട്ടുപോയി. എന്നാൽ ചില മാസങ്ങൾക്ക് മുൻപ് ദൈവം ഒരു വ്യക്തിയെ എന്നെ കാണിച്ചിട്ട്, മടങ്ങി വരാൻ ഒരിക്കൽ കൂടെ നിനക്കൊരവസരം തരുന്നു, നീ മടങ്ങി വരാൻ കർത്താവ് പറയുന്നു എന്ന് അവനോട് പോയി പറയുവാൻ പറഞ്ഞു. ഈ പ്രിയപ്പെട്ട വ്യക്തി ആദ്യമൊക്കെ മടിച്ചെങ്കിലും തിരുവല്ലയുള്ള പ്രധാനപ്പെട്ട ആ ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ ഡയറക്ടറെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ബിഷപ്പിനെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു, ബിഷപ്പിനെ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല, ബിഷപ്പ് US-ലാണ്. കർത്താവ് വ്യക്തമായി പേര് പറഞ്ഞു, നീ ഇന്ന ആളിനോട് പോയി പറയണം, മാനസാന്തരപ്പെടുവാനുള്ള അവസാനത്തെ അവസരം ഞാൻ തരികയാണ്, ഇല്ലായെങ്കിൽ ഞാൻ നിന്നെ എടുത്തു നീക്കിക്കളയുമെന്ന്. ഈ വ്യക്തി തിരിച്ചു വന്നിട്ട് മനസ്സിൽ ചിന്തിച്ചു, പുള്ളിയോടൊക്കെ പറയാൻ ഞാനാരാ? 1 മാസം തികയുന്ന അതേ ദിവസം അമേരിക്കയിൽ വാഹനമിടിച്ച ആ വ്യക്തി മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് ഭയങ്കരമായി സങ്കടം കയറാൻ തുടങ്ങി. എൻ്റെ അടുക്കൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇനിയും ഞാൻ എൻ്റെ കൃപാവര ശുശ്രൂഷ അടക്കി വെക്കത്തില്ല. എനിക്കിത് ആരോടെങ്കിലുമൊക്കെ 2-3 കർത്തൃദാസന്മാരുടെ അടുക്കൽ പറഞ്ഞ് എൻ്റെ മനസ്സൊന്ന് ഫ്രീ ആക്കണം. ഒരു പക്ഷേ ഞാൻ അന്ന് ആ മെയിൽ ID എങ്കിലും ചോദിച്ച് ഈ ദൂത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറ്റമില്ലാത്തവനായി തീർന്നേനെ. എൻ്റെ സഹോദരങ്ങളെ, ദൈവം ചെയ്യാനുള്ളത് മുന്നമേ ദൈവം അറിയിക്കും. അത് ദേശവുമായി ബന്ധപ്പെട്ട്, അത് രാജ്യവുമായി ബന്ധപ്പെട്ട്, അത് കുടുംബവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന് പറയാൻ ചിലരെ വേണം. The things to happen will be revealed in the vision realm. സംഭവിക്കാൻ പോകുന്നത് ദൈവം തന്റെ ദർശനത്തിൽ വെളിപ്പെടുത്തും. സംഭവിക്കാൻ പോകുന്നത് ദൈവം തന്റെ ദർശനത്തിൽ വെളിപ്പെടുത്തും. ആമേൻ. ഞങ്ങളുടെ പവർ വിഷനിലുള്ള ഒരു കർത്തൃദാസന്റെ അടുക്കൽ കോവിഡിന് മുമ്പ് ഒരു പാവപ്പെട്ട ഒരു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം 8 രാജ്യങ്ങളിൽ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു ദിവസം 8 രാജ്യങ്ങളിൽ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പം ഭാര്യ ഭർത്താവിൻ്റെ അടുക്ക പറഞ്ഞു, അച്ചായ, ഇന്നത്തെ ആളത്ര ശരിയല്ല. ഫ്ലൈറ്റിന് 3 മണിക്കൂർ വെയിറ്റ് ചെയ്ത് 3 മണിക്കൂർ യാത്ര ചെയ്ത് അങ്ങനെ നിങ്ങൾ ഒരു ദിവസം മുഴുവൻ പ്രസംഗിച്ചാൽ പോലും എന്തായാലും 8 രാജ്യങ്ങളിൽ ഒരു ദിവസം. അപ്പം ഇദ്ദേഹം കുറച്ചുകൂടെ വിശ്വാസമുള്ള ആളായതുകൊണ്ട് പറഞ്ഞു, എടി ചിലപ്പം ടൈം സോൺ വ്യത്യാസം വന്ന് അങ്ങനെ പോയി പ്രസംഗിക്കുമായിരിക്കുമെന്ന്. പക്ഷേ പറഞ്ഞത് എന്താണെന്നറിയാമോ?
ഒരു ദിവസം 8 രാജ്യങ്ങളിൽ പ്രസംഗിക്കുമെന്ന് പറഞ്ഞത് 8 രാജ്യങ്ങളിൽ ഈ മനുഷ്യൻ്റെ ശബ്ദം മുഴങ്ങുമെന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, ദൈവത്തിന് ചിലത് ചെയ്യാൻ ഇനിയുമുണ്ട്. ഒരു ദർശനമണ്ഡലം നമുക്ക് തുറന്നാൽ ആകസ്മികമായി എന്തെങ്കിലും സംഭവിച്ചുവെന്ന് നമ്മൾ പറയത്തില്ല. ആകസ്മികമായി എന്തെങ്കിലും സംഭവിച്ചുവെന്ന് പറയത്തില്ല. The things to happen shall be revealed. ഞാൻ ദർശനമണ്ഡലം തുറന്നാലുള്ള 7 കാര്യങ്ങളെ പറഞ്ഞു. ആമേൻ. ശരവേഗത്തിലൊന്ന് പറയാം. ഒന്ന്, ദൈവത്തെക്കുറിച്ച്, ത്രൂ ദ വിഷൻ റിലം God shall reveal himself. ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തും. 2, the communication with God, the fellowship with God. 3, രഹസ്യങ്ങൾ, ഗൂഢാലോചനകൾ, മിസ്റ്ററീസ് വെളിപ്പെടും. 4, ഭാവിയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാകും. 5, നമ്മളുടെ ജീവിതത്തിൽ അൺസർട്ടനിറ്റികളിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയും. 6, പാപത്തെക്കുറിച്ചും ആഭിചാരത്തെക്കുറിച്ചും ഗൂഢാലോചനകളെക്കുറിച്ചും നമുക്ക് വ്യക്തമായ അറിവുണ്ടാകും. 7, സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച്, ഒരുപക്ഷെ അത് അനർത്ഥമായിരിക്കാം, ഒരുപക്ഷെ അത് തിന്മയായിരിക്കാം, ഒരുപക്ഷെ എന്തുമായിരിക്കട്ടെ, അതിനെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തും. ഞാൻ ഇതൊരു പ്രൈവറ്റ് കൂട്ടമായതുകൊണ്ട്, ഇത് റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് കളഞ്ഞേക്കണേ. ആമേൻ. ഇത് പ്രൈവറ്റ് കൂട്ടമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എൻ്റെ അടുക്കൽ ന്യൂസിലൻഡ് ചുറ്റുവട്ടങ്ങളിൽ ചെയ്യും, സമൂഹത്തിൽ ചെയ്യും, പക്ഷേ അതിൻ്റെ മുമ്പിൽ ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ടായിരിക്കും. ദർശനമണ്ഡലം തുറന്നിരുന്നാലേ നമുക്കത് കാണുവാൻ കഴിയുകയുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, ദർശനമണ്ഡലം തുറക്കുക എന്ന് പറഞ്ഞാൽ എവിടെ തുറക്കുന്നതെന്നറിയാം. ഞാൻ ശരവേഗത്തിൽ 2-3 വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാം. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അനന്തരം ഞാൻ സ്വർഗം തുറന്നു, ദിവ്യ ദർശനങ്ങളെ കണ്ടു. അനന്തരം
ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു, ദിവ്യ ദർശനങ്ങളെ കണ്ടു. അപ്പോൾ ഒരുത്തൻ ദ വിഷൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദർശനം കണ്ടാൽ അവന് വേണ്ടി എന്തോ തുറന്നെന്ന് അതിൻ്റെ അർത്ഥം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്തെഫാനോസിന് സ്വർഗം തുറന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങൾ ദർശനം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ സ്വർഗം തുറന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ദർശനമണ്ഡലം നിങ്ങൾക്ക് ഓപ്പൺ ആകുമ്പോൾ സ്വർഗമാണ് നിങ്ങൾക്ക് ഓപ്പൺ ആകുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ, ദർശനമണ്ഡലം നിങ്ങൾക്ക് ഓപ്പൺ ആകുമ്പോൾ സ്വർഗമാണ് നിങ്ങൾക്ക് ഓപ്പൺ ആകുന്നത്. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു, ദ ഹെവൻ ഷുഡ് ബി ഓപ്പൺഡ് ഫോർ മീ, സ്വർഗം എനിക്ക് വേണ്ടി ഒന്ന് തുറക്കണം, സ്വർഗം എനിക്ക് വേണ്ടി ഒന്ന് തുറക്കണം, ദർശനമണ്ഡലം എനിക്ക് വേണ്ടി ഒന്ന് തുറക്കണം. എൻ്റെ സഹോദരങ്ങളെ, എങ്ങനെയാണ് ഈ ദർശനമണ്ഡലം ഓപ്പൺ ആകുന്നത്? ഒന്ന്, സ്വർഗം തുറക്കുമ്പോൾ. രണ്ട്, യോവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യം, അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. എങ്ങനെ? ആത്മാവ് പകരപ്പെടുമ്പോൾ. ആത്മാവ് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പരിശുദ്ധാത്മാവിനെ പകരുമ്പോൾ ആമേൻ, അഭിഷേകത്തിൻ്റെ നിറവിനകത്ത് എന്ത് സംഭവിക്കാം? ആമേൻ, ദർശനമണ്ഡലം ഓപ്പൺ ആകും. ഒന്ന്, സ്വർഗം തുറക്കുമ്പോൾ. രണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയ്ക്കകത്ത്. എൻ്റെ സഹോദരങ്ങളെ, ദർശനം വരിക എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദർശനമല്ല. ആമേൻ. ഹോശയ പ്രവചനം 12-ാം അധ്യായം 10-ാം വാക്യം, ഹോശയ പ്രവചനം 12-ാം അധ്യായം 10-ാം വാക്യം, ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ചു, ദർശനങ്ങളെ വർദ്ധിപ്പിച്ചു. ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ചു, ദർശനങ്ങളെ വർദ്ധിപ്പിച്ചു. ഈ ഇംഗ്ലീഷിലേക്ക് ആ വാക്യം വന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് ഇത് മനസ്സിലാകത്തുള്ളൂ. ആമേൻ. ആൻഡ് ഐ ഹാവ് മൾട്ടിപ്ലൈഡ് വിഷൻസ് ബൈ ദ മിനിസ്ട്രി ഓഫ് ദ പ്രൊഫറ്റ്സ്. ഐ ഹാവ് മൾട്ടിപ്ലൈഡ് വിഷൻസ് ബൈ ദ മിനിസ്ട്രി ഓഫ് പ്രൊഫറ്റ്സ്. ജീസസ് പ്രവാചക തലത്തിൽ, പ്രൊഫറ്റിക്കൽ റലത്തിൽ ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ മൾട്ടിപ്ലൈഡ് വിഷൻസ്. ദർശനം 1 കണ്ടു, 2 കണ്ടു, 3 കണ്ടു, 4 കണ്ടു, 5 കണ്ടു എന്നാണോ പറഞ്ഞത്? മൾട്ടിപ്ലൈഡായി. ആമേ. 2, 4, 6, 8, 10, 12, 14, അത് ഏത് ഡിജിറ്റ് വെച്ച് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നോ അത്രമാത്രം ഭയങ്കരമായി ഇതെന്ത് ചെയ്യാൻ തുടങ്ങി? പെരുകാൻ തുടങ്ങി. മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് വർദ്ധിപ്പിക്കുക എന്നല്ല, പെരുകുക എന്ന അതിൻ്റെ അർത്ഥം. പെരുകാൻ തുടങ്ങി. ആമേൻ. സ്തോത്രം. സ്ക്വയർ ഇട്ട് ഇത് വർദ്ധിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, നമ്മുടെ ദൈവസന്നിധിയിൽ നാം കടന്നു വന്ന് ശുശ്രൂഷ അനുഭവിക്കുന്നത് എന്തിനാ ശുശ്രൂഷ അനുഭവിക്കുന്നത്? കോവിഡ് കാലത്ത് ചിലരൊക്കെ പറയായിരുന്നു, ഉപവാസ പ്രാർത്ഥനയ്ക്കൊന്നും പോകുന്നില്ല, ആരെയും ഒന്നും കാണാത്തോണ്ട് ആകെ അങ്ങൊരു വിഷമോ. ആരെങ്കിലുമൊക്കെ കാണാൻ വേണ്ടി മാത്രമാ? നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് ദർശനങ്ങൾ പെരുകണം. അതിനാ ശുശ്രൂഷ. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് 21 ദിവസം ദൈവസന്നിധിയിൽ ഭക്ഷണം കളഞ്ഞ് ദൈവസന്നിധിയിൽ വേറിട്ട് തിരക്കില്ലാഞ്ഞിട്ടാണോ? പോകാൻ കുടുംബക്കാരും വീട്ടുകാരും ഇല്ലാഞ്ഞിട്ടാണോ? നടുനിവർക്കാൻ ശരീരത്തിനൊരു കൊതിയില്ലാഞ്ഞിട്ടാണോ? പിന്നെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഈ ശുശ്രൂഷയ്ക്കകത്ത് ദൈവത്തിന് നിങ്ങളുടെ മേൽ ചില കൃപാവരങ്ങൾ, പ്രവാചകന്മാരുടെ ശുശ്രൂഷയാൽ, ബൈ ദ മിനിസ്ട്രി, ഇന്ന് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ അഭിഷക്തന്മാരോട് ചേർന്ന് ശുശ്രൂഷ അനുഭവിക്കുമ്പോൾ ഈ ശുശ്രൂഷയ്ക്കകത്തൂടെ നിങ്ങളുടെ ദർശന മണ്ഡലങ്ങളെ ഓപ്പൺ ആക്കട്ടെ. ആമേൻ, ആമേൻ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 11:5. ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു. യോഹന്നാൻ അപ്പോസ്തലൻ ആരാധനയിൽ ഒരു വിവശതയിൽ ദർശനം കണ്ടു. എത്രത്തോളം പ്രാർത്ഥിക്കാമോ അത്രത്തോളം പ്രാർത്ഥിക്കുക, എത്രത്തോളം ആരാധിക്കാമോ അത്രത്തോളം ആരാധിക്കുക. പ്രാർത്ഥനയും ആരാധനയും നമ്മുടെ ദർശന മണ്ഡലത്തെ തുറക്കും. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയും ആരാധനയും കയറിയാൽ ദാനിയേൽ 4:10 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. കിടക്കയിൽ വെച്ച് എനിക്ക് ഉണ്ടായ ദർശനമാവിത്. നെബൂഖദ്നേസറിന്
കിടക്കയിൽ വെച്ച് ദർശനമുണ്ടായി. പക്ഷേ അഭിഷക്തന്മാർക്ക് പ്രാർത്ഥനയിൽ വെച്ച് ദർശനമുണ്ടായി. ഇന്ന് രാത്രി പുസ്തകങ്ങളെ മടക്കട്ടെ, കണ്ണുകളെ അടച്ചട്ടെ. റാൽക്കറ്റൽ ബച്ചാരം പ്രവാർഷഭ പ്രവാർത്തി സൽക്കറ്റൽ മോറകച്ചി ആരാധന. ഹൃദയം തുറന്നൊന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഓപ്പൺ ദ വിഷൻ റല. എൻ്റെ ദർശനമണ്ഡലം ഒന്ന് തുറക്കപ്പെടട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ എൻ്റെ ദർശനമണ്ഡലം ഒന്ന് തുറന്നു തന്നാട്ടെ. എൻ്റെ ദർശനമണ്ഡലം ഒന്ന് തുറന്നു തന്നാട്ടെ. അടഞ്ഞ കണ്ണുകളോടെ, തുറന്ന അധരങ്ങളോടെ, ഇതിനകത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അധരം തുറന്ന് പ്രാർത്ഥിച്ചാട്ട് ഈ രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ തൊടുകയാ. ഈ രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ തൊടുകയാ. അൽബറ്റൽ ഗോറമസ്യ റജാർതെറ്റനിയ ലാൽക്കറ്റൽ ബേനിയ. കർത്താവേ എൻ്റെ ദർശനമണ്ഡലം ഒന്ന് തുറക്കണമേ. എൻ്റെ ദർശനമണ്ഡലം ഒന്ന് തുറക്കണമേ. എനിക്കിന്ന് രാത്രി തന്നെ ദർശനം കാണണം. ഈ ബാലാസ്യ പ്രവോജ മഹാർത്താനിയ ലാൽക്കലോ സമാരിയ ജാർദനാദിയ. എൻ്റെ കുഞ്ഞുങ്ങൾ ദർശകന്മാരാകട്ടെ. എൻ്റെ കുടുംബം ദർശകന്മാരാകട്ടെ. ഞങ്ങളുടെ മേലൊരു ദർശന വരെ ഓപ്പൺ ആകട്ടെ കർത്താവേ. ഇന്ന് രാത്രി ഈ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ദർശകനായി, ഒരു ദർശകിയായി ലാർസബ ലാജര പ്രവാചിയ റാസബ പ്രവാചിയ ലാൽ കറ്റൽ മേറിയാധര ലാർ കറ്റൽ ബരസിയ പ്രവാചിയ. കർത്താവെ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഈ ജനത്തിൻ്റെ മേൽ, അങ്ങയുടെ അഭിഷക്ത ജനത്തിൻ്റെ മേൽ ആ ദർശനമണ്ഡലം ഓപ്പൺ ആകട്ടെ. ഈ രാത്രി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ലാൽബോ റോസോനോ ഹട്ടാന മജാരി ബ്രവേലിയ റാൽതേനിയ സാർത്തോലിയ ബഹാഷിയ പ്രവാചിയ ലേ കറ്റൽ ബാറ സാർത്തേനിയ ലാസ്ബറിയ റോജോന ബബാസ്ബറി സാൽബനർ കർബലസിയ സലംപട ജരാദര റാൽബറ്റോൽബര സർക്കൽമനിയ റഖറ്റാനിയ Raltetelbania Sartona Mahasia Pravaja Ralbana Kadalbara Pravasya Marjonia Rubana Sakadarania Sartania Yantana Marasya Pravania. Receive the visions. ദൈവത്തിൽ നിന്ന് ദർശനങ്ങളെ റിസീവ് ചെയ്തേ. Albatalbatalbara Kashartunia Ralkatal Borosia Pravoja Mahartania Lasbaria Rarara Katala Baba Shartania Lasabana Katalbara Sartania യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കെട്ടുപോയ ദർശനങ്ങളെ ഉണരട്ടെ. അടഞ്ഞുപോയ ദർശന മണ്ഡലങ്ങൾ തുറന്നു വരട്ടെ. ഉണങ്ങിപ്പോയ അസ്ഥികൾ പോലെ ഒതുങ്ങിപ്പോയ ദർശന മണ്ഡലങ്ങൾ ഇന്നു രാത്രി ഇതിനകത്ത് ഓപ്പൺ ആകട്ടെ. പരിശുദ്ധാത്മാവ് ചിലരെ ടച്ച് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ചിലരെ ടച്ച് ചെയ്യുന്നു. ഒരു വിഷൻ ഓപ്പൺ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന്റെ മേൽ അസാധാരണമായ ഒരു വിഷൻ റലം, അസാധാരണമായ ഒരു ദർശന മണ്ഡലം, അസാധാരണമായ ഒരു ദർശന മണ്ഡലം ഇന്ന് രാത്രി ഇതിനകത്ത് ഓപ്പൺ ആകട്ടെ. ഓപ്പൺ ആകട്ടെ. ഓപ്പൺ ആകട്ടെ. പിശാച് കെട്ടിവെച്ചിരിക്കുന്ന അന്ധകാര ശക്തികളുടെ തേർവാഴ്ച നിൽക്കുന്ന ചില ദർശന മണ്ഡലങ്ങൾ ഇന്ന് പകൽ സാങ്ക്ടിഫൈ ചെയ്യപ്പെടട്ടെ. രാത്രിയുടെ യാമങ്ങളിൽ ഭയവും നടുക്കവും പിടിക്കുന്ന ദർശന പോരുകൾ ഇന്ന് രാത്രി ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ദർശന മണ്ഡലങ്ങളിൽ അധികാരമെടുക്കുന്ന പൈശാചിക ദുരാത്മാക്കൾ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമം ദർശന മണ്ഡലത്തിലെ പോരുകൾ, ദർശന മണ്ഡലത്തിലെ പോരുകൾ ഇന്ന് രാത്രി ഞാൻ ക്യാൻസൽ ചെയ്യുന്നു.
Oh Jesus, Lord, എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം തമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകും ദൈവരാജ്യം രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല
നമുക്കറിയാം ഇന്ന് ഉപവാസ പ്രാർത്ഥന 7-ാം ദിവസം സന്ധ്യാസമയം വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു. ദർശനമില്ലാത്ത സ്ഥലത്ത് ജനം നഷ്ടപ്പെട്ടു പോകുന്നു, നശിച്ചു പോകുന്നു. ദൈവം ദർശനം നൽകുവാൻ ആഗ്രഹിക്കുന്നു. സഭയ്ക്ക് ദർശനം, കുടുംബങ്ങൾക്ക് ദർശനം, സഹോദരന്മാർ യൗവനക്കാർക്ക് ദർശനം നൽകുവാൻ വിവിധ തലങ്ങൾ ദൈവം നമ്മളോട് സംസാരിച്ചു. ദൈവം നമുക്ക് പ്രാർത്ഥിക്കുന്ന പകൽ സമയം സുനിൽ ബ്രദറിന്റെ ഭവനത്തിൽ അൽക്വരൽ മീറ്റിംഗ് ഉണ്ട്. ദൈവദാസൻ നമ്മുടെ നടുവിൽ ഉണ്ടായിരിക്കും. ദൈവം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ഹല്ലേലൂയ. കഴിഞ്ഞ 7 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം ഞങ്ങളെ ഇടയാക്കിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് കർത്താവേ, വർഷത്തിന്റെ അവസാന ദിവസത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ ഹല്ലേലൂയ, ഓ ലോർഡ്, ചിലത് ദൈവസന്നിധിയിൽ പ്രാപിച്ചെടുക്കുവാൻ നഷ്ടപ്പെട്ടു പോയ ദർശനം, നഷ്ടപ്പെട്ടു പോയ ആരാധന, നഷ്ടപ്പെട്ടു പോയ ദൈവകൃപകൾ അത് വീണ്ടും ജ്വലിപ്പിക്കുവാൻ ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ആദ്യ സ്നേഹത്തിലേക്ക് ദൈവം ഞങ്ങളെ മടക്കി കൊണ്ടുവരണമേ കർത്താവേ. ഓ ലോർഡ്, we need it Lord. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ദൈവമേ ഞങ്ങൾക്ക് നൽകി തരണമേ കർത്താവേ. മറ്റുള്ളവരെ ഞങ്ങളെക്കാട്ടിലും ശ്രേഷ്ഠമെന്നുവാൻ, ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടാകുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമേ കർത്താവേ. ഞങ്ങൾ മടങ്ങി പോകുന്ന ഞങ്ങൾ യാത്രയിൽ കൂടിയിരിക്കണം. ഞങ്ങളുടെ നടുവിൽ പലരും രോഗത്താൽ ഹല്ലേലൂയ വൈറൽ ഫീവറായി ഭാരപ്പെടുന്ന കർത്താവേ, ഞങ്ങളെ സൗഖ്യത്തോടെ ഈ ആഴത്തിൽ കൊണ്ടുവന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം അയച്ച് ഇവരെ പൂർണ്ണമായി സൗഖ്യമാക്കണമേ കർത്താവേ. ദൈവദാസനെ ദൈവം ക്ഷേമത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളുടെ നടുവിൽ ദൈവം കൊണ്ടുവന്നു. അതിനായി ഞങ്ങൾ സ്തോത്രം പറയുന്നു കർത്താവേ. ഓ ലോർഡ്, ഹല്ലേലൂയ. ഈ ദൈവസഭയായി ആമേൻ ഞങ്ങളുടെ നടുവിൽ ആമേൻ കണക്റ്റഡ് ആകുവാൻ ദൈവം കൊടുത്ത ദർശനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്തു കർത്താവേ. ഓ അങ്ങയുടെ ഭക്തന്മാരോട് പറയാതെ ആമേൻ ആലോചന നൽകാതെ ദർശനം കൊടുക്കാതെ അങ്ങ് എന്നും ചെയ്യുന്നില്ലല്ലോ, അതിനായി സ്തോത്രം. ദൈവകൃപയിൽ ഞങ്ങളെ മറക്കണമേ. ദൈവം ഞങ്ങളെ പ്രാർത്ഥന കേട്ടതായി സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആശീർവാദം. ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹവും നമ്മളോട് കൂടെയും നടുവിൽ വന്ന ദൈവദാസന് കൂടെയും വരും ദിവസങ്ങൾ നടക്കുന്ന ഓരോ ഉപവാസ പ്രാർത്ഥന സെഷന് കൂടെയും കർത്താവിന്റെ മടങ്ങി വരെ ഉണ്ടായിരിക്കുവാനാകട്ടെ. നമുക്ക് ചേർന്നത് കർത്താവിന്റെ ശബ്ദം ഉയർത്തി ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. God bless all of you. Have a good night. ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെല്ലാം വേഗത്തിൽ